മറ്റൊരു സ്ഥലത്ത് വെച്ച് മനുഷ്യന്റെ മലം എൻ്റെ വായിൽ കുത്തിക്കയറ്റി എന്നെ അത് തീറ്റിച്ചു. നിങ്ങൾ ആരെങ്കിലും മനുഷ്യന്റെ മലം തിന്നിട്ടുണ്ടോ? ഒരു വൃദ്ധനായ ദൈവ പൈതലിൽ നിന്നാണ് നിങ്ങൾ ഇനി അല്പസമയം കേൾക്കാൻ പോകുന്നത്. നിങ്ങളിൽ ചിലരെ പോലെയോ ഒക്കെ നല്ല ചെറുപ്രായത്തിൽ യേശുവിനെ സ്നേഹിക്കാൻ ഇറങ്ങി പുറപ്പെട്ട് ഇപ്പോൾ ഏതാണ്ട് 82-ാം വയസ്സിൽ വന്നെത്തിയിരിക്കുന്ന ഒരാളാണ്. ഇനി ഒരു മാസം കൂടെ കഴിയുമ്പോൾ ഞാൻ 82-ൽ കയറും. നിങ്ങളോട് അല്പസമയം അനുഭവങ്ങൾ വീതിക്കുന്നത്. സാഹചര്യങ്ങളോ ഒന്നും വിവരിക്കാൻ സമയമെടുക്കില്ല. പാട്ടുകൾ എഴുതിയ സാഹചര്യമൊക്കെ പറഞ്ഞാലും സമയം വളരെ പോകും. എവിടോട്ട് കയറി തൊട്ടാലും വളരെ സമയം എടുത്തു പോകും. അതുകൊണ്ട് അറിയപ്പെട്ട സത്യത്തെ അറിഞ്ഞ വേളയിൽ തന്നെ അനുസരിപ്പാൻ ഒരു ദേശത്ത് ആദ്യഫലമായി ഈ സുവിശേഷ സത്യം സ്വീകരിപ്പാൻ ദൈവം എനിക്കിടയാക്കി. അതിൻ്റെ പിന്നിൽ ഒരു വാക്കുകൂടെ പറയട്ടെ. ഇന്നത്തെ പെന്തക്കോസ്തരായ സഭകളുടെയോ ആളുകളുടെയോ യാതൊരു വിധത്തിലുള്ള സാവകാശങ്ങളും സൗകര്യങ്ങളും വളർച്ചയും ഒന്നുമില്ലാഞ്ഞ കാലം എൻ്റെ 20-ാമത്തെ വയസ്സിൻ്റെ 1-ാം ദിവസം ആയുസ്സിലാദ്യം ഞങ്ങളുടെ സ്ഥലത്ത് സ്ഥാപിച്ച ഒരു പെന്തക്കോസ്ത് വേലയുടെ ഏതാണ്ട് 7-8 ദിവസമേ ആയുള്ളൂ. അവരുടെ യോഗത്തിൽ ഒന്ന് പോയിരിക്കാൻ എനിക്കിടയായി. അത് ദൈവത്താൽ വന്ന ഒരു കാര്യമാണ്. ദൈവം എന്നെ കൊണ്ടുപോയതാണ്. ആ പോയിരുന്നതിൻ്റെ 4 ദിവസത്തേക്ക് മുൻപ് ജീവിതത്തിൻ്റെ വില എന്താണെന്നൊന്നും അറിയാതെ, ഇതൊരു വാല്യുബിൾ ലൈഫാണ്, ഒരു വിലയുള്ള ജീവിതമാണ്, അത് ദൈവത്തിന് പ്രയോജനമുള്ളതായി തീരും, ദൈവനാമത്തിന് മഹത്വമായി തീരും, ഇതൊന്നും അറിയാതെ, ദൈവികമായി യാതൊരു വെളിപ്പാടുമില്ലാതെ, യൗവനത്തിൻ്റെ മോഹങ്ങളും ഗോഷ്ഠികളും ആകർഷണങ്ങളും ഒക്കെ കൊണ്ട് കുറേ ധനസൗകര്യത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഇതുകൊണ്ട് മുൻപോട്ട് പോയപ്പോൾ വളരെ ആകാത്ത വഴികളിലൊക്കെ ചെന്ന് കുടുങ്ങി വ്യാമോഹിച്ചു പോയതെല്ലാം തെറ്റാണെന്ന് ബോധ്യമുണ്ടാകാതെ അതിൻ്റെ ആപത്തുകളിൽ കുരുങ്ങി സ്വയഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. വീട്ടിൽ പണമില്ലാത്തതുകൊണ്ടല്ല, വിദ്യാഭ്യാസമില്ലാത്തതുകൊണ്ടല്ല. എൻ്റെ ജ്യേഷ്ഠൻ ഒരു പോലീസ് ഇൻസ്പെക്ടറായിരുന്നു. എൻ്റെ അപ്പൻ കച്ചേരിയിലെ മുൻസിഫ് കോർട്ടിലെ ആമ്യനായിരുന്നു. എൻ്റെ 2 സഹോദരിമാർ എൻ്റെ മൂത്തവരുണ്ട്. ഒരാൾ സ്കൂൾ ഹെഡ്മിസ്ട്രസും ഒരാൾ അസിസ്റ്റൻ്റ് എഡ്യൂക്കേഷൻ ഓഫീസറുമായി പിൽക്കാലത്ത് മാവേലിക്കരയിലെ ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസറായി അവർ റിട്ടയർ ചെയ്തു. മൂത്ത സഹോദരി സ്കൂൾ ഹെഡ്മിസ്ട്രസ്സായിട്ട് റിട്ടയർ ചെയ്തു. സഹോദരൻ പോലീസ് ഇൻസ്പെക്ടറായിരുന്ന സഹോദരൻ 1949-ാം ആണ്ട് ഡിസംബർ മാസം 31-ാം തീയതി രാത്രി ശൂരനാട് എന്ന സ്ഥലത്ത് വെച്ച് കമ്മ്യൂണിസ്റ്റുകാരാൽ വധിക്കപ്പെട്ടു. താനും തന്നോടുകൂടെ 6 പോലീസുകാരും നിർദ്ദയം വധിക്കപ്പെട്ടു. അതിൻ്റെ കുടുംബത്തിലെ ഇളയ മകനാണ് ഞാൻ. എനിക്കും സാമാന്യ വിദ്യാഭ്യാസം ലഭിച്ചു. കണക്ക് പറയുന്നില്ല. എൻ്റെ അപ്പൻ എന്നെ, എൻ്റെ ജ്യേഷ്ഠനെ BA-BL വരെ പഠിപ്പിച്ച് സഹോദരിമാരെ BALT പാസ്സാക്കി എല്ലാവരെയും കോളേജിലെ ഡിഗ്രിയും ആ നിലയിൽ കൊണ്ടുവന്ന അപ്പൻ എന്നെ മലയാളം സ്കൂളിൽ വിട്ടാണ് പഠിപ്പിച്ചത്. ഞാൻ വീട്ടിലെ ത്യാജ്യവസ്തു അല്ല, ചൂറയല്ല, ഇളയ മകനാണ്. എൻ്റെ ഈ കോലമൊന്നും അല്ല. അന്ന് നല്ല ധനസൗകര്യമുള്ള വീട്, ആ ദേശത്തെ നിശ്ചയമായ ഒരിടപ്രഭു,
അവിടുത്തെ മാർത്തോമാ ചർച്ചിൻ്റെ അന്ന് സെക്രട്ടറി ട്രഷറർ എന്നുള്ള പദമൊന്നും ഉപയോഗമില്ല, അന്ന് അതൊന്നും ഉപയോഗിക്കില്ല. പള്ളിയുടെ കൈകാര്യക്കാരൻ അല്ലെങ്കിൽ മുതൽപിടിക്കാരൻ. 17 കൊല്ലമായിട്ട് അപ്പച്ചനാണ് ആ പള്ളിയുടെ മുതൽപിടി. പിന്നെ എത്രയോ വർഷം കഴിഞ്ഞ ഈ സെക്രട്ടറി എന്നും ട്രഷറർ എന്നൊക്കെ കേൾക്കാൻ ഇടയായെന്നറിയാം. തന്നെ ജയിച്ച് ആ പള്ളിയുടെ കൈകാര്യം ഏറ്റെടുക്കാൻ അന്ന് അവിടെ ആരുമില്ല. ആ വീട്ടിലെ ഇളയ മകനാണ്. എന്നെ മലയാള സ്കൂളിൽ വിട്ട് പഠിപ്പിച്ച് മലയാളം ഹയർ, അന്നത്തെ തിരുക്കൊച്ചി സ്റ്റേറ്റിൽ മലയാളം ഹയറിന് 2ാം റാങ്കിൽ പാസ്സായി. ഒത്തിരി സമ്മാനങ്ങളൊക്കെ കിട്ടി കേട്ടോ. എന്തൊക്കെ കിട്ടിയെന്നൊന്നും പറയത്തില്ല. അപ്പോഴും വയസ്സ് 17 കഴിഞ്ഞേ ഉള്ളൂ. സാമർഥ്യത്തോടെ പഠിച്ചു. 1 വർഷം കൂടെ കഴിഞ്ഞ് എന്നെ ട്രെയിനിങ്ങിന് എടുക്കാമെന്ന് പറഞ്ഞു. 18ാമത്തെ വയസ്സിൽ ഞാൻ അതിൻ്റെ ട്രെയിനിങ്, ഹയർ ട്രെയിനിങ് അതിന് പോയി ചേർന്നു. ദൈവകൃപയാൽ, ദൈവാധീനത്താൽ ആ ട്രെയിനിങ്ങിനും തിരുക്കൊച്ചിയിലെ 2ാം റാങ്കാണ്. ട്രെയിനിങ്ങിനും 2ാം റാങ്കാണ്. ഉടൻ എനിക്ക് സ്കൂളിൽ ജോലി കിട്ടും. പക്ഷേ എൻ്റെ പ്രായം പറ്റാത്തത് കൊണ്ട്, വെറും 18 വയസ്സ് മാത്രമുള്ളത് കൊണ്ട് സ്കൂളുകാരൊന്ന് അറച്ചു. ഒരു 20 വയസ്സ് ആകട്ടെ, ഉടൻ സ്കൂളിൽ പ്രവേശനം കിട്ടും. 2 സ്കൂളുകാർ എനിക്ക് എന്നെ ബുക്ക് ചെയ്തിട്ടു. കാരണം റാങ്കോടെ പാസ്സായവനാണ്. പക്ഷേ ഇതൊന്നും ദൈവത്തിൻ്റെ പരിപാടിയിൽ വന്നില്ല. ദൈവം വേറെയാണ് ബുക്ക് ചെയ്തത്. ദൈവം അതിനു മുൻപേ റിസർവ് ചെയ്തു. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുമ്പേ, ഞാൻ തന്നെ എഴുതിയിട്ടുണ്ടൊരു പാട്ടിൽ, തായിനുദരത്തിൽ ഉരുവാകും മുന്നേ, പേരിൻ ഉലകത്തിൽ നീ വരും മുന്നേ, അൻപോടോമെന്ന പേർ ചൊല്ലി നിന്നെ സ്വന്തമായവൻ ആദരിച്ചില്ലേ. ഭയപ്പെടാതെ ഭാരങ്ങളാലെ കലങ്ങാതെ തളരാതെ. എൻ്റെ അനുഭവത്തെ കുറിച്ചൊക്കെ എഴുതിയിരിക്കുക. കൃപയാൽ, ആ കൃപയാൽ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതിന് മുൻപ് മറ്റേ ചരിത്രം പറഞ്ഞു തീർക്കട്ടെ. ഒടുവിൽ വീട്ടിലെ ധനത്തിൻ്റെയും സുഖസൗകര്യങ്ങളുടെയും ഒക്കെ മറവിൽ ഞാൻ പോയി ചാടിയത് പാപത്തിൻ്റെ നടുക്കുണ്ടിലാണ്. ആയിരത്തി 1948 ആണ്ട് സിലോണിൻ്റെ വടക്കേറ്റത്തുള്ള ഇപ്പോഴത്തെ പുലികൾ പിടിച്ചടക്കിയിരിക്കുന്ന സ്ഥലമായ ജാഫ്ന, യാഴ്പ്പാണം എന്ന സ്ഥലത്തിനടുത്ത് ഇപ്പോഴത്തെ അവരുടെ മിലിറ്ററി ക്യാമ്പ് നിലകൊള്ളുന്ന ചാവകച്ചേരി എന്ന സ്ഥലത്ത് ഇരുന്നുകൊണ്ട് ഞാനും എൻ്റെ സഹോദരനുമായി ചേർന്ന്, എന്നോട് കൂടെ പഠിക്കുന്ന ഒരു സഹോദരനുമായി ചേർന്ന് എഴുതിയ ഒരു പാട്ടിൻ്റെ 2ാമത്തെ ചരണം എൻ്റെ സാക്ഷിയാണ്. പാപത്തിനധീനതയിൽ നിന്നീ അടിയാനെ നീ വിടുവിച്ചു, പാപത്തിനധീനതയിൽ നിന്നീ അടിയാനെ നീ വിടുവിച്ചു, അത്ഭുതമാർന്നുള്ളിയിൽ പ്രിയനോട് രാജ്യത്തിലാക്കിയതാ, അത്ഭുതമാർന്നുള്ളിയിൽ പ്രിയനോട് രാജ്യത്തിലാക്കിയതാ, ന്യായം ലഭിച്ചോന്ന തുതിക്കിടുവോ ാം ആണ്ട് എഴുതിയതാണ്. പല പാട്ടുകളും ഇന്നത്തെ പാട്ടുകാർ പലരെഴുതിയാലും 1 മാസമോ 2 മാസമോ 4 മാസമോ കഴിയുമ്പോൾ അത് അസ്തപ്രജ്ഞമായി പോകും. എന്നാൽ ഇപ്പോഴും ആ ഗീതം ആരാധനായോഗങ്ങളിൽ ദൈവജനങ്ങളെ ആത്മാവിലാക്കിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് ആരെയും കുറ്റം പറയാനല്ല,
നിങ്ങളാ പാടിയത് എൻ്റെ സാക്ഷിയാണ്. പാപത്തിൻ്റെ അധീനതയിൽ, വീട്ടിലെ സ്വത്തിൻ്റെ ആധിക്യം, വിദ്യാഭ്യാസ യോഗ്യതകളുടെ ആധിക്യം, ദേശത്തുള്ള സ്ഥാനമാനങ്ങളുടെ ആധിക്യം. എൻ്റെ ജ്യേഷ്ഠൻ പോലീസ് ഇൻസ്പെക്ടറായിട്ട് തനിക്ക് പ്രവേശനം കിട്ടിയ ഉടൻ ആ ആഴ്ച തൻ്റെ കല്യാണവും നടന്നു. ഇന്നിപ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്ന കോലഞ്ചേരിയിലുള്ള വീട്ടുപേര് മാത്രം പറയത്തില്ല. അനേകം ഫൈനാൻഷ്യൽസ്, മറ്റു വിധത്തിലുള്ള ബാങ്കിങ്, തെക്കൻ തിരുവിതാംകൂറിൽ കുലശേഖരവും പേച്ചിപ്പാറ മുതലായ സ്ഥലങ്ങളിൽ 7000 ഏക്കർ റബ്ബർ എസ്റ്റേറ്റ് ഉള്ള ഒരു വൻ കോടീശ്വരൻ്റെ മകളെയാണ് എൻ്റെ ജ്യേഷ്ഠൻ വിവാഹം കഴിച്ചത്. ഞാൻ എൻ്റെ വലിപ്പം പറയാനല്ല, സ്വത്തോ പണമോ സ്ഥാനമോ മാനമോ ഒന്നും അല്ല നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നത് ദൈവസ്നേഹമാണ്. ഈ പ്രശംസയിലും പ്രശസ്തിയിലും പണത്തിലും ഒക്കെ കിടന്ന് മുഴുകിക്കിടന്ന ഞങ്ങളുടെ വീട്ടിൽ ഇല്ലാഞ്ഞതൊന്നേ ഉള്ളൂ, ആത്മീയ വെളിച്ചമില്ല. പള്ളിയുണ്ട്, പട്ടക്കാരുണ്ട്, തിരുമേനി വന്നാൽ ചോറ് കൊണ്ടുവന്ന് വീട്ടിൽ നിന്നാണ്, അച്ഛന് ചോറ് കൊണ്ടുവന്ന് വീട്ടിൽ നിന്നാണ്, ഒക്കെ ശരി. പക്ഷേ there was no spiritual light, ആത്മീയ വെളിച്ചമില്ല. അവിടെയാണ് ഇളയ പുത്രൻ തോൽവിപ്പെട്ടത്. ഞാൻ എവിടേക്ക് പോയി എന്ന് ആരും തിരക്കിയില്ല. I went away from the presence of my God. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് വളരെ വിദൂരം പോയി കളഞ്ഞു. വളരെയേറെ ഓടി, എന്തൊക്കെയോ വ്യാമോഹിച്ച് മരുഭൂമിയിൽ ജലം തേടി ഓടുന്ന ആ മാൻപേട പോലെ എവിടെയോ ഓടി. പക്ഷെ ഒന്നും എനിക്ക് സംതൃപ്തി തന്നില്ല. ഒടുവിൽ വന്നെത്തിയത് സ്വയഹത്യയുടെ തീരുമാനത്തിലാണ്. ഇത്രയും പണസൗകര്യമുള്ള ഒരു വീട്ടിലെ ഇളയ മകൻ, വിദ്യാസമ്പന്നമായ ഒരു വീട്ടിലെ ഇളയ മകൻ, സകലവിധ പ്രശസ്തിയും ഒന്നിച്ചിടങ്ങിക്കിടക്കുന്ന ഒരു വീട്ടിലെ ഇളയ മകൻ എന്തിനാ തൂങ്ങിച്ചാവാൻ കയറി വെക്കണം? പാപം പാപം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഭീതി വിഷയം, ഏറ്റവും നീചമായ വിഷയം, നമ്മളെ ഏറ്റവും അവഹേളിക്കുന്നത്, നമ്മെ തരം താഴ്ത്തുന്നത് പാപം. നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാവുന്നതിൽ ഏറ്റവും വലിയ സമ്പത്ത് ആണ് എൻ്റെയും നിങ്ങളുടെയും തലമേൽ വെച്ചിരിക്കുന്ന രക്ഷയുടെ കിരീടം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദേശത്തൊരു യുവജന ക്ലബ്ബ് ഫോം ചെയ്തു. 41 യുവാക്കന്മാരെ കൂട്ടി ഫുട്ബോൾ പ്ലേയിങ് ക്ലബ്ബാണ് ഫോം ചെയ്തത്. എന്നാൽ കുറെ കഴിഞ്ഞപ്പോൾ എല്ലാറ്റിലും അങ്ങ് ഉൾപ്പെട്ടു. അതിൻ്റെ ലീഡറായ സെക്രട്ടറിയും സ്ഥാപകനുമാണ്. പക്ഷേ യുവജന ക്ലബ്ബ് കൂട്ടുകാരോ ആരും തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ മറുവശം ചിന്തിക്കയില്ല. എവിടേക്ക് പോകുന്നു? ഞാൻ വളരെ വേഗത്തിൽ ഓടി പാപത്തിലേക്ക്, കുണ്ടുകുഴിയിൽ. ഞങ്ങളുടെ വീട്ടിൽ തന്നെ, ഞങ്ങളുടെ വീടിനെ സേവിച്ച് ഞങ്ങൾ തന്നെ അതെ ജീവിത ചെലവ് നടത്തുന്ന 8 കുടുംബങ്ങൾ ഞങ്ങളുടെ കോമ്പൗണ്ടുകളിൽ താമസമുണ്ട്. കന്നുകാലിയെ തീറ്റുന്നവർ, അതെ വണ്ടിക്കാരെ നോക്കി വണ്ടി ഓടിക്കുന്നവർ, വില്ലുവണ്ടി, അപ്പച്ചന് വില്ലുവണ്ടിയുണ്ട് ചെയ്യുന്നവരെ, വള്ളം നോക്കുന്നവർ, പുഞ്ചതലം നോക്കുന്നവർ, വിരിപ്പുതലം നോക്കുന്നവർ, 8 കുടുംബങ്ങൾ വ്യക്തമായി ഞങ്ങളുടെ മുഴുവൻ ചെലവിലും അവർ ഞങ്ങളുടെ കോമ്പൗണ്ടുകളിലുണ്ട്. അടുക്കളയിലാണ് വേറെ ആളുകൾ. ഇതൊക്കെ ഉണ്ടെങ്കിലും ആ വീട്ടിലെ ഇളയ മകൻ പോയി ചാടിയത് എവിടേക്ക്? പല ഭവനങ്ങൾക്കും ഇത് സംഭവിക്കും. പല ഭവനങ്ങളിലും ഇത് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആത്മീകമായ വെളിച്ചം പ്രാപിക്കാത്തതുകൊണ്ട്, ദൈവത്തിൻ്റെ വചനം പ്രാപിക്കാത്തതുകൊണ്ട്, ദൈവത്തിൻ്റെ ആലോചന സ്വീകരിക്കാത്തതുകൊണ്ട്, ലോകത്തിൽ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോയാൽ ഏത് ഭവനത്തിനും ഇത് തന്നെയായിരിക്കും ഗതി. ഒടുവിൽ ദൈവം എന്നെ പിടിച്ചത് കേൾക്കണമോ? രാത്രിയുടെ യാമത്തിൽ ഏതാണ്ട് 11 മണി കഴിഞ്ഞപ്പോൾ, അതിന് മുൻപ് തന്നെ ഞാൻ കുളിച്ച് വൃത്തിയായി നല്ലൊരു ഡ്രസ്സൊക്കെ എടുത്തിട്ട് ബെറ്റുമൊക്കെ കെട്ടി. അമ്മ ചോദിച്ചു, നീ താഴൂണൊക്കെ കഴിഞ്ഞ് ഇപ്പം നീ ഡ്രസ്സ് മാറി എങ്ങോട്ട് പോകുന്നടാ? ഞാൻ പറഞ്ഞു, എങ്ങോട്ട് പോകുന്നില്ല. പിന്നെ അതിനെ ഇപ്പം ഡ്രസ്സ് മാറിയിരിക്കുന്നേ?
അതങ്ങനെ എനിക്ക് തോന്നി. പകലെ തൊഴുത്തിൽ നിന്ന് സന്ധ്യയായപ്പോൾ ഒരു പശുവിൻ്റെ കയർ കണ്ടിച്ച് കട്ടിലിൻ്റെ കീഴെ കൊണ്ടുവച്ചിരുന്നു. രാത്രി 11:30 ആയപ്പോൾ ഒരു കത്ത് എഴുതി, ഇതോടുകൂടെ ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നു, ഇതിനാരും ഉത്തരവാദികളില്ല, എൻ്റെ ജീവിതം നിരാശ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. 3 സെന്റൻസ് എഴുതി പോക്കറ്റിൽ വെച്ചു. അമ്മ ഉറക്കമായി. അടുക്കളക്കാരികൾ 2 പേരുണ്ട്, അവർ ഉറക്കമായി. എല്ലാവരുടെയും മുറിയിൽ പോയി ഒളിഞ്ഞു നോക്കി, എല്ലാവരും ഉറക്കം. ഇത് തന്നെ സമയമെന്ന് കണ്ട് കതകുകൾ പൂട്ടി, ജനലുകൾ എല്ലാം ക്ലോസ് ചെയ്ത്, മേശമേൽ ഒരു ഉയർന്ന സ്റ്റൂൾ, റേഡിയോ സ്റ്റൂൾ പോലെ വലിയ സ്റ്റൂൾ എടുത്തു വെച്ച് അതിൽ കയറി നിന്ന് തുലാത്തിൽ കയറിട്ടു. പെട്ടെന്ന് മുറുകുന്ന ഒരു കുരുക്ക് വിട്ടു. അതെല്ലാം സജ്ജമാക്കിയിട്ട് വീണ്ടും താഴെ ഇറങ്ങി. ഒന്നുകൂടെ അമ്മയെ പോയി നോക്കി, അടുക്കളക്കാരികളെ പോയി നോക്കി. സുഖമായി അവരുടെ ഉറക്കം. കഥകൾ വീണ്ടും പൂട്ടിയിട്ട് ആ സ്റ്റൂളിലേക്ക്, മേശമേലിരുന്ന സ്റ്റൂളിൽ കയറി നിന്ന് കഴുത്തിലേക്ക് കയറിട്ടു. 2 ക്ലാസ്സുകളിൽ തിരുക്കൊച്ചി സ്റ്റേറ്റിൽ 2ാം റാങ്ക് 2 പ്രാവശ്യം വാങ്ങിച്ചയാൾ, ഒരു വലിയ സ്വത്തിൻ്റെ ഉടമസ്ഥൻ, ഒരു വലിയ ഭാവിയെ പ്രതീക്ഷിക്കാവുന്നയാൾ, വളരെ മാന്യതയുള്ള ഒരു കുടുംബത്തിലെ ഇളയ പുത്രൻ. അന്ന് കണ്ടാൽ എൻ്റെ ഈ പ്ലാനൊന്നും അല്ല. നല്ല പൂവമ്പഴം പോലത്തെ വെള്ളയും നല്ല വെളുപ്പ് നിറവും ഒക്കെയുള്ള ഒരു നല്ല ചെറുപ്പക്കാരൻ, ദേശത്ത് സ്ഥാനമുള്ളവൻ. എന്തിനായിട്ട്? കയറ് കഴുത്തിലേക്കിട്ടു. സകലവും ഭദ്രം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ദൈവശബ്ദം കേൾക്കുന്നത് എൻ്റെ കഴുത്തിൽ കയറ് കിടക്കുമ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ സ്റ്റൂള് തട്ടിക്കളയാൻ വലതുകാല് പൊക്കിയപ്പോൾ മുറിയിലൊരു നേർമയായ ശബ്ദം, മകനേ. ഓ, ഐ കനോട്ട് ഫർഗെറ്റ് ദാറ്റ് വോയിസ്. ആ ശബ്ദം എനിക്ക് മറക്കാനൊക്കില്ല. ഓൾവേസ് 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 ഐ ആം റിമെമ്പറിംഗ് ദാറ്റ് വോയിസ്. ആ ശബ്ദം ഞാൻ എപ്പോഴും ഓർക്കുകയാണ്, മകനേ. അത് മറ്റാരുടെയും ശബ്ദമല്ല, എൻ്റെ യേശുവിൻ്റെ ശബ്ദമാണ്. കഥകൾ ബലമായി പൂട്ടിയിരിക്കുന്നിടത്ത് യേശു വന്നു. തിരുക്കൊച്ചിയിലെ ആദ്യത്തെ പോലീസ് പട്ടി അന്ന് വീട്ടിൽ വളരുക. ഇന്നത്തെ പോലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വലിയ റെവലേഷൻ ഒന്നുമില്ല. ആദ്യത്തെ പോലീസ് പട്ടി ഡാബിൾ. എൻ്റെ ജ്യേഷ്ഠൻ തിരുവനന്തപുരം സിറ്റിയിലെ പോലീസ് ഇൻസ്പെക്ടർ ആയിരിക്കുമ്പോൾ പോലീസ് പട്ടിക്ക് ഒരു സുഖക്കേട് വന്നു. അതൊക്കെ ചാകാറായപ്പോൾ വൈദ്യന്മാരൊക്കെ ചികിത്സിച്ചിട്ട് പട്ടി സുഖമാകുന്നില്ല, ചത്തുപോകുന്നു. വന്നപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് മുതൽ കൂട്ടാൻ കിട്ടുന്ന വിലയ്ക്ക് അങ്ങ് ലേലം വിളിച്ചേക്കാമെന്ന് കണ്ടു. ഇന്നാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ചത്താൽ രാജകീയ കോലാഹലത്തോടെ അടക്കം കിട്ടും. അന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ അത്രയും വെളിപ്പാടൊന്നും ഇല്ല. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ജ്യേഷ്ഠനെ ബഹുമാനമുള്ള ഒരു വൈദ്യൻ ചെന്ന്, സാറേ, അന്ന് സാറ് നല്ല പോലീസ് ഇൻസ്പെക്ടർമാരെ ഏമാനെ എന്നാണ് വിളിക്കുന്നത്, ഏമാനെ, ഈ പട്ടിയെ ആരെ കൊണ്ടെങ്കിലും അങ്ങ് ലേലം പിടിച്ച് വാങ്ങിപ്പിച്ച് വീട്ടിലേക്ക് കൊടുത്തു വിടുക. ഞാൻ ആഴ്ചയിൽ 2 ദിവസം പോയി അവിടെ താമസിച്ചുകൊണ്ട് ചികിത്സിച്ച് പട്ടിക്ക് ഭേദം വരുത്താം. വേറെ ആരെ കൊണ്ടോ ലേലം വിളിപ്പിച്ച് കാറിൽ വീട്ടിലെത്തിച്ചു. പട്ടിയെ വൈദ്യൻ ആഴ്ചയിൽ 2 ദിവസം അവിടെ വരും, ചികിത്സിച്ച് പട്ടി അങ്ങ് ഭേദമായി. തിരുക്കൊച്ചിയിലെ ആദ്യത്തെ പോലീസ് പട്ടിയാ, ഭേദമായി. അതിനെ രാത്രി 10 മണി കഴിച്ചു വിട്ടാൽ ആ ദേശത്തൂടെ ഒരു കുഞ്ഞു പിന്നെ പോവില്ല. കാരണം 10 മണിക്ക് പിടിച്ചു നിർത്തിയാൽ രാവിലെ പോലീസ് വരും വരെ ആ പിടിയിൽ വിടാതെ നിർത്താൻ കഴിവുള്ള പട്ടിയാ ഡാബിൾ. അവനെ ഓർമ്മിക്കാൻ ഇപ്പോഴും ഉണ്ട് എനിക്കൊരു ഡാബിള്. ആ പട്ടിയെ ചുറ്റി അഴിച്ചു വിട്ടാൽ ചുറ്റി റോന്ത് ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ, പട്ടി റോന്ത് ചുറ്റുന്നത് എൻ്റെ യേശുവിന് തടസ്സമല്ല. മുറി പൂട്ടിയിരിക്കുന്നത് എൻ്റെ യേശുവിന് തടസ്സമല്ല. എൻ്റെ യേശു എൻ്റെ മുറിയിൽ വന്നു. കാരണം അവൻ എന്നെ കൊണ്ട് ആവശ്യമുണ്ട്. മകനേ എന്നുള്ള വിളി കേട്ടപ്പോൾ പെട്ടെന്ന് കഴുത്തിൽ നിന്ന് കയറ് മാറ്റി. ആ കുരുക്കോടുകൂടെ കയർ അവിടെ കിടക്കുമ്പോൾ ഇറങ്ങി മുറി മുഴുവൻ നോക്കി, ആരുമില്ല. കട്ടിലിന്റെ കീഴിൽ നോക്കി, ആരുമില്ല. അലമാരിയുടെ പുറകിൽ നോക്കി, ആരുമില്ല. ആരാണിത്? മകനേ എന്ന് വ്യക്തമായി. എൻ്റെ അമ്മച്ചി എന്നെ വിളിച്ചാൽ മോനെ എന്നെ വിളിക്കൂ. അടുക്കളക്കാരികളിൽ പ്രായമുള്ളവൾ വിളിച്ചാൽ കൊച്ചുകുഞ്ഞെ എന്നെ വിളിക്കൂ. മറ്റവളും കൊച്ചുകുഞ്ഞെ എന്നെ വിളിക്കൂ.
പെങ്ങന്മാരെന്നെ കൊച്ചുകുഞ്ഞെന്നെ വിളിക്കൂ, ഇൻസ്പെക്ടറായിരുന്ന ജ്യേഷ്ഠനും എന്നെ കൊച്ചുകുഞ്ഞെന്നെ വിളിക്കൂ. അപ്പച്ചൻ പിന്നെ ഇതൊന്നും അല്ല വിളി, എടാ ചെറുക്കാന്നേ വിളിക്കൂ. എന്നാൽ ഇവരെ ഈ വിളി ഒന്നുമല്ല ഇപ്പോൾ കേട്ടത്, മകനേ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പിൽക്കാല ചെറിയൊരു പാട്ടിലേക്ക് സൂചിപ്പിച്ചിട്ടുണ്ട്. സ്നേഹമിതാശ്ചര്യമേ, ഓ അതിശയമേ, ഓ അതിശയമേ, ക്ഷോണീതലേ ഞാൻ എന്നും പാടുമേ ഈ ദിവ്യ സ്നേഹത്തെ. ക്ഷോണീതലേ ഞാൻ എന്നും പാടുമേ ഈ ദിവ്യ സ്നേഹത്തെ. ദൈവ കുഞ്ഞാടെ നിൻ സ്നേഹരസം എന്നകമേ വഴിഞ്ഞോടാൻ, ഉന്നതനെ സ്തുതിച്ചിടാൻ, മണ്ണിലെങ്ങും തവ സേവ ചെയ്യുവാൻ എന്നെ നിറയ്ക്കണമേ. എന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവ് എൻ്റെ മുറിയിൽ വന്നു. മകനെ എന്ന് വിളിച്ചു. കഴുത്തിൽ നിന്ന് കയർ മാറ്റിച്ചു. ആയുസ്സിൽ ആദ്യം മനസ്സോടെ കെട്ടിലിന്റെ താഴെ ഒന്ന് മുട്ടുമടക്കി. എനിക്ക് മുട്ടുമടക്കാനൊന്നും അറിഞ്ഞൂടാ. യേശുവേ, യേശുവേ, ആരാണ് എന്നെ വിളിച്ചത്? എനിക്ക് വല്ലതും ഒന്ന് മനസ്സിലാക്കി തരണമേ. ആദ്യത്തെ പ്രാർത്ഥനയാണ്. ഗ്രാമർ വാക്കുകളും വെച്ച്, കർത്താവേ, ഞങ്ങളിവിടെ ആയിരിക്കുന്നു എന്ന് നീ അറിയുന്നില്ലയോ? ഞങ്ങൾ എന്തിനു വന്നിരിക്കുന്നു എന്ന് നീ അറിയുന്നില്ലയോ? ഇതൊന്നും ദൈവത്തോട് പറയണ്ട. അറിയാത്തവനാണോ ദൈവം? അറിയുന്നവനാണ്. He is omnipotent, omnipresent and omniscient. സർവശക്തൻ, സർവവ്യാപി, സർവജ്ഞാനി. നീ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നവൻ അറിയാം. അതുകൊണ്ട് അറിയുന്നില്ലയോ എന്നുള്ള വാക്ക് ഉപയോഗിക്കണ്ട. അറിയുന്നു. നിങ്ങൾ ആരൊക്കെയാണെന്ന്, നിങ്ങളിപ്പോൾ എവിടെ ഇരിക്കുന്നുവെന്ന്, നിങ്ങളുടെ വീട് എവിടെയെന്ന്, നിങ്ങളുടെ ജോലി എവിടെയെന്ന്, നിങ്ങളുടെ ഭാരം എന്തെന്ന്, നിങ്ങളുടെ ജീവിതം എങ്ങനെയെന്ന്, നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികൾ എങ്ങനെയെന്ന്, നിങ്ങളുടെ രഹസ്യങ്ങൾ എവിടെ, പരസ്യങ്ങൾ എവിടെ, ഇതറിയുന്ന ഒരു ദൈവത്തിന് മുമ്പിലാണ് നാം ഈ വന്നിരിക്കുന്നത്. കൃപയാൽ എൻ്റെ ആ എളിയ പ്രാർത്ഥന ദൈവം ശ്രവിച്ചു. അപ്പോഴാണ് ഓർമ്മ വന്നത്, കെട്ടിച്ചാടാൻ കെട്ടിയ കയറവിടെ കിടക്കുന്നേ ഉള്ളൂ. അതെല്ലാം അഴിച്ചു മാറ്റി 2 ദിവസം മൗനമായി വീട്ടിലിരുന്നു. ക്ലബിന് പോയില്ല, മറ്റൊന്നിനും പോയില്ല. അമ്മച്ചിക്കൊരു ചിന്തയുണ്ട്, ഇവൻ എന്ത് പറ്റി, ഒരു വ്യത്യാസം വന്നിരിക്കുന്നല്ലോ. അമ്മച്ചി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു നല്ല സ്ത്രീയാണ്, ഒരു പ്രാർത്ഥനാ മനുഷ്യയാണ്, വർത്തമാനക്കാരിയാണെങ്കിലും പ്രാർത്ഥിക്കുന്ന ഒരു നല്ല സ്ത്രീ. എന്നാൽ 2 ദിവസം കഴിഞ്ഞപ്പോൾ വെളിയിലോട്ടൊന്ന് ഇറങ്ങാം. ആരോ പറഞ്ഞു കേട്ടു, പെന്തിക്കോസുകാരെന്നും പറഞ്ഞു ഒരു കാര്. അയ്യ, അവരാരാന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ആർക്കും അറിയാൻ വയ്യ. അവരൊരു വീട് വാടകയ്ക്കെടുത്ത് ഒരു ഇത് തുടങ്ങിയിരിക്കുന്നു. അവിടെ ഒരു ചെറിയ പ്രസംഗം മുറ്റത്ത് വെച്ച് നടക്കുക. ആരുമില്ല, ചുറ്റുപാടിൽ നിന്ന് ആരെങ്കിലും 2-3 പേര് അവിടെ വന്നിരിക്കും, ഇത്രയേ ഉള്ളൂ. ഞാൻ ആ റോഡിൽ പോയി ദൂരെ മാറി ഒരു 100 അടി ദൂരത്ത് നിൽക്കുകയാണ്. എനിക്ക് അമിതമായ സിഗരറ്റ് വലിയുണ്ട്. എത്ര വലിക്കുന്നൊന്നും ഇപ്പം നമ്പർ പറയത്തില്ല, എന്തിനാവശ്യമില്ല സമയം കളയുന്നു. എപ്പോഴും സിഗരറ്റ് വേണം. ആ നിന്ന ഇപ്പിൽ ചില മിനിറ്റ് കൊണ്ട് 2-3 എണ്ണം കത്തിച്ച് വലിച്ചു. ഒരു യൗവനക്കാരൻ മുമ്പിൽ ഒരു 3-4 പേരെ ഇരിപ്പുള്ളൂ. വിരൽ ചൂണ്ടി പറയുകയാണ്, അല്ലയോ യുവാവേ. അയാൾക്ക് എൻ്റെ മുഖം കാണാനൊക്കെ ഇല്ല. ഒരു പെട്രോമാക്സിൽ പ്രസംഗിക്കുകയാണ്. ഞാനൊരു 100 അടി അപ്പുറത്ത് നിൽക്കുക. ഇപ്പം തന്നെ ഞാൻ പാസ്റ്ററോട് പറയായിരുന്നു, ഇതിനകത്ത് ഈ ലൈറ്റ് ജനങ്ങൾക്ക് പോരാ, കാരണം അവരുടെ മുഖം നമുക്ക് കാണാനൊക്കെ, അതോ എൻ്റെ കണ്ണിൻ്റെ കാഴ്ചക്കുറവാണെന്ന് എനിക്കറിയാൻ വയ്യ. എല്ലാവരുടെയും മുഖം ഒരുപോലെ കാണാൻ വയ്യ. ഞാനത് ചോദിച്ചത്, എന്താ ഈ ലൈറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് പോരല്ലോ ഈ ഓഡിറ്റോറിയത്തിൽ എന്ന് പറഞ്ഞു. കുറ്റപ്പെടുത്താനല്ല, നാളെ കിട്ടണമേ, അവരെ കുറ്റപ്പെടുത്തിയല്ല. എന്നാൽ 100 അടി അപ്പുറത്ത് നിൽക്കുന്ന ഒരാളെ എങ്ങനെ ഈ ചെറുപ്പക്കാരൻ കണ്ടു? അല്ലയോ യുവാവേ, ജീവിതത്തിൻ്റെ നിരാശയാൽ, ജീവിതത്തിൻ്റെ ലക്ഷ്യമില്ലാതിരിക്കാൻ നീ നിന്നെ തന്നെ നശിപ്പിക്കുവാൻ ഭാവിച്ചവേ, ഞാൻ നിന്റെ മുറിയിൽ വന്ന് നിന്റെ മകനെ എന്ന് വിളിച്ചില്ലേ? ഓ, സർവശക്തനായ കർത്താവിൻ്റെ കൃപ
കർത്താവിൻ്റെ കരുണ എത്ര വലുത്, അവൻ്റെ വിളിയുടെ ശ്രേഷ്ഠത എത്ര വലുത്, അവൻ്റെ വിളിയുടെ ആഴം എത്ര വലുത്. ഞാൻ അവിടെ നിന്നങ്ങ് വരുണ്ടു. എൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ സിഗരറ്റ് താഴെ പോയി. പിന്നെ അവിടെ നിൽക്കാൻ വയ്യ. ഞാൻ അങ്ങ് പോയി. ഇനി പ്രസംഗം കേൾക്കുന്നില്ല. അകന്നു പോയപ്പോൾ വിളിച്ചു പറയുന്നു, നിന്റെ പേർ പല സ്ഥാനങ്ങളിലുണ്ട്, യുവാക്കന്മാരുടെ മധ്യയുണ്ട്. ദേശത്ത് നിന്റെ പേർ അറിയാം, പക്ഷേ നിന്റെ പേർ ജീവപുസ്തകത്തിലുണ്ടോ? നിന്റെ പേർ ജീവപുസ്തകത്തിലുണ്ടോ? വിളിച്ചു ചോദിക്കുന്നു. ഞാനങ്ങ് പതുക്കെ നടന്നുപോയി. നടക്കുന്ന വഴിയിൽ കരയുന്നുണ്ട്. ദൈവമേ, ഇതാരറിയുന്നു? എന്തറിയുന്നു? എന്താണ് ഇതിൻ്റെ അർത്ഥം? ഞാൻ വീട്ടിൽ പോയി മൗനമായിരുന്നു. ശാന്തമായി 2 ദിവസം. ആ 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ബർത്ത്ഡേ ആണ്. 20 വയസ്സിലേക്ക് പ്രവേശിക്കുക. ഉടനെ അന്ന് വൈകിട്ട് 2 പെന്തിക്കോസുകാരി സ്ത്രീകൾ വീട്ടിൽ വന്നു. അവർ യേശുവിനെ കുറിച്ച് അമ്മയോട് പറഞ്ഞു, ശാന്തമായ ശബ്ദത്തിൽ. ഇന്നത്തെ പെന്തിക്കോസുകാരികൾ നടക്കുന്ന നടപ്പല്ലായിരുന്നു അന്നത്തേത്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വന്നല്ല. വയസ്സൻ എന്തുവാടാ ഞങ്ങളെ അടിച്ചേച്ച് പോയല്ലോ എന്നാരും പറയരുത്. ചില കൺവെൻഷനൊക്കെ നടക്കുന്ന വലിയ കൺവെൻഷൻ വേളയിൽ ഈ മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ ബസ്സിൻ്റെ മുമ്പിൽ 2-3 സീറ്റിൽ ഇരുന്നാൽ 1 സീറ്റ് വിട്ടേ പുരുഷന്മാർ ഇരിക്കാവൂ. ഇല്ലെങ്കിൽ വായു മുഴുവൻ തലമുടി കയറും, ഊന്ന് പറക്കും. ഇത് ഇന്തക്കാലം, അത് അന്തക്കാലം. കുറ്റപ്പെടുത്തേച്ച് പോയെന്ന് പറയരുത്. അവർ വരുന്ന വരവ് ഞാനിങ്ങനെ നോക്കി നിന്നു. അവർ പറയുന്ന വാക്ക്, അവരുടെ ശബ്ദം ഞാൻ നോക്കി നിന്നു. എൻ്റെ ഉള്ളിലൊരു ധാരണയുണ്ടായി, ഇതൊരു പുതിയ മാർഗം, ഇതൊരു വിശേഷപ്പെട്ട വഴിയാണ്. അവർ വേദപുസ്തകം ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഇന്നത്തെ ബാഗിൻ്റെ കാലമല്ല വേദപുസ്തകം ഇങ്ങനെ പിടിച്ചോണ്ടേ നടക്കുള്ളൂ. അത് ഞാൻ ശ്രദ്ധിച്ചു. വേദപുസ്തകത്തിന് ഇത്ര വിലയുണ്ടോ? വേദപുസ്തകം ഇത്ര ദിവ്യമാണോ? ഇതൊക്കെ എൻ്റെ ഉള്ളിൽ ചില പൊടി ചിന്ത. അവർ വീട്ടിൽ വന്ന് 2 വാക്ക് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് പോയി. അമ്മച്ചി, ഞങ്ങൾക്കിന്ന് പള്ളിപ്പാടെന്ന സ്ഥലത്ത് ഒരു യോഗമുണ്ട്. അത് രാത്രി 2 മണിക്ക് തീരും. ആണ്ടവസാനമാണ്. കർക്കിടക മാസം 32-ാം തീയതി രാത്രിയാണ്. ആ 2 മണിക്ക് തീരൂ. ഞങ്ങൾ അതിന് പോകുക പറഞ്ഞിട്ട് അവർ പ്രാർത്ഥിച്ചേച്ചും പോയി. രാത്രി 8 മണിയായപ്പോൾ അമ്മയോട് പോയി, അമ്മയെ, ഞാൻ ആ പെന്തിക്കോസുകാരുടെ യോഗത്തിൽ നിന്ന് പോട്ടെ. എൻ്റെ പൊന്നുമോനെ, വീടാകപ്പാടെ അപ്പച്ചൻ നശിപ്പിക്കും. അപ്പച്ചൻ പള്ളിയുടെ സെക്രട്ടറിയായി, കൈക്കാര്യക്കാരനായി, ദേശത്തെ വലിയവനായി, ദേശത്തെ ഇടപ്രഭുവായിരിക്കുന്ന ആളാണ്. പെന്തിക്കോസ് എന്ന് കേട്ടാൽ പുള്ളിക്ക് അറിയാൻ വയ്യ. എൻ്റെ പൊന്നുമോനെ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, അമ്മേ, ദൈവം എന്നെ പിടിച്ചിരിക്കുകയാണ്. ദൈവം എന്നെ തൻ്റെ കൈ കൊണ്ട് പിടിച്ചിരിക്കുകയാണ്. അതമ്മ മനസ്സിലാക്കണം. ഞാൻ അവിടെ നിന്ന് പോകട്ടെയോ എന്ന് ചോദിച്ചു. ആയുസിലാദ്യമായി അന്ന് രാത്രി പെന്തിക്കോസുകാരുടെ യോഗത്തിന് പോയിരുന്നു. രാത്രി 11:05 11 മണിയായപ്പോൾ എന്നെ എഴുന്നേൽപ്പിച്ചു ദൈവം. എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചത് 11:05-നാണ്. 11 മണിയായപ്പോൾ എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഞാൻ ബലം പിടിച്ചിരുന്നു, ബലം കൈ പോകുന്നു. ഇങ്ങനെ പിടിച്ച പിന്നെയും കൈ അഴിഞ്ഞു വീഴുന്നു. കാലിങ്ങനെ കെട്ടിയിരുന്നു. വിശ്വാമിത്ര മഹർഷി ഇരിക്കും പോലെ കാലിൻ്റെ കെട്ടഴിയുന്നു. ഇടത്തോട്ട് നോക്കി ആരുമില്ല, വടത്തോട്ട് നോക്കി ആരുമില്ല. ഒരു 5-6 പെന്തിക്കോസുകാർ മാത്രമേ ഉള്ളൂ. അവർ മുമ്പിലൊക്കെ ഇരിക്കുക. ഇറ്റ് വാസ് ദ ഹാൻഡ് ഓഫ് ദ ലോർഡ്. ഇറ്റ് വാസ് ദ സേവിങ് ഹാൻഡ് ഓഫ് ദ ലോർഡ്. ആ കർത്താവിൻ്റെ രക്ഷിക്കുന്ന കൈയായിരുന്നു, കർത്താവിൻ്റെ സൗഖ്യമാക്കുന്ന കൈയായിരുന്നു. ഞാൻ അങ്ങ് എഴുന്നേറ്റു. എൻ്റെ അമ്മ എന്നെ ലോകത്തിലേക്ക് പ്രസവിച്ച 11:05 ദൈവത്തിൻ്റെ വചനത്താലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാലും ഞാൻ യേശുവിന് വേണ്ടി എൻ്റെ ഹൃദയം സമർപ്പിച്ചു. എന്നെ തന്നെ സാക്ഷി പറയാനൊന്നും അറിയാൻ വയ്യ. മലയാള ഹയർ സെക്കൻഡ് റാങ്കിൽ, സ്റ്റേറ്റിൽ സെക്കൻഡ് റാങ്കിൽ പാസ്സായി എനിക്ക് ദൈവസന്നിധി എഴുന്നേറ്റപ്പോൾ മലയാളം പറയാനും അറിയാൻ വയ്യ, സംസ്കൃതം പറയാനും അറിയാൻ വയ്യ. പക്ഷേ ഞാൻ എഴുന്നേറ്റ് നിന്ന് ആഴമായി നെഞ്ചിൽ ശക്തിയോടെ അടിച്ചു, അയ്യോ, ഞാൻ പാപിയാണ്, എനിക്കെൻ്റെ യേശുവിനെ വേണേ. ഇതാണ് എൻ്റെ സാക്ഷി. ആദ്യത്തെ സാക്ഷി. തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കില്ല. ഇന്ന് പകൽക്കാലം ആരുടെ ഹൃദയം ഇവിടെ തകർന്നുവോ, ആരുടെ ഹൃദയം നുറുങ്ങിയോ,
അവരെ ദൈവം നിരസിക്കയില്ല എന്ന് ഞങ്ങൾ വാക്ക് പറയുന്നു. ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ, ഒന്നുകൂടെ സ്തുതിച്ചാട്ടെ. അതോട് ചേർത്ത് എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആനന്ദം ഞാൻ എഴുതിയിട്ടുള്ള ഒരു പാട്ടിൻ്റെ 4 വരി കൂടെ ഞാൻ പാടാം. എന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശു പിൻകൂടെയുള്ള വാസം. എന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശു പിൻകൂടെയുള്ള വാസം. ചിന്താതീതം അത് മനോഹരം, എന്തു സന്തോഷമാ പുതുജീവിതം. ചിന്താതീതം അത് മനോഹരം, എന്തു സന്തോഷമാ പുതുജീവിതം. സന്തോഷമേ ഉള്ളിലോകെ ഞാനാകിലും സാന്ത്വനം താനും ശോഭമെന്താനന്ദം, എനിക്കെന്താനന്ദം, യേശുവിൻ കൂടെയുള്ള വാസം. എന്താനന്ദം മനോഹരം, സന്തോഷമാം പുതുജീവിതം. ഒന്നും കണ്ടിട്ടല്ല ഈ കാൽവയ്പ്, അത് അതിനകത്തുണ്ട്. ഒന്നും കണ്ട് അല്ല എൻ ജീവിതാരംഭം, വിശ്വാസ കാറ്റുവരിലത്രേ. ഒന്നും കണ്ടിട്ടല്ല എൻ ജീവിതാരംഭം, വിശ്വാസ കാറ്റുവരിലത്രേ. സ്വർഗഭണ്ഡാരത്തിൽ നിന്നും ഒന്നിലും മുട്ടില്ലാതെ വണ്ണ. സ്വർഗഭണ്ഡാരത്തിൽ നിന്നും ഒന്നിലും മുട്ടില്ലാതെ വണ്ണം. വിശ്വസിക്കൂരിലെല്ലാം സാധ്യമെന്താനന്ദം, എനിക്കെന്താനന്ദം, യേശുവിൻ കൂടെയുള്ള വാസം. പാട്ട് പാടിക്കൊണ്ടിരുന്ന ഞാനും ഒരു പാട്ടുകാരനെ, ഇവരൊക്കെ പാട്ടുകാരാ, അതുകൊണ്ട് പാടിപ്പോവും. അവരുടെ പാട്ടുകാരൻ്റെ കേട്ടും സന്തോഷിക്കുന്നതാണ്. ഈ ഉപകരണങ്ങൾ ഒന്നുമില്ലാഞ്ഞപ്പോൾ കുമ്പനാട് കൺവെൻഷൻ്റെ സ്റ്റേജിൽ 6 വർഷം ഞാൻ തനിച്ചാ പാടിയത്. ഷാരോൺ കൺവെൻഷൻ്റെ ഫസ്റ്റ് കൺവെൻഷൻ മുതൽ എല്ലാ കൺവെൻഷനും ഞാനാ പാട്ട്. ഇന്നത്തെ ഈ ഉപകരണങ്ങൾ ഒന്നുമില്ല. ഈ തട്ടുമുട്ട് ഒന്നുമില്ല. എൻ്റെ കൂടെ ചവിട്ടാർമോണിയം വായിക്കാൻ ഒരു പഴയ ഭാഗവതരുണ്ടായിരുന്നു, പീലിപ്പോച്ചൻ ഭാഗവതർ. അദ്ദേഹം ചവിട്ടാർമോണിയം വായിക്കും, ഞാൻ ഏകനായി നിന്ന് പാടും. പക്ഷേ ഇപ്പോൾ വയസ്സായിപ്പോയി കേട്ടോ. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ പാട്ട് എന്താണ്? ഒന്നും കാണാതെ ആര് സഹായിക്കുമെന്നോ, ആര് സംരക്ഷിക്കുമെന്നോ, ആര് കൂടെ വരുമെന്നോ, ആര് വരികയില്ലെന്നോ ഒന്നും കാണാതെ യേശുവിൻ്റെ പാദത്തിൽ പിൻപറ്റി ആ രക്ഷിക്കപ്പെട്ട അന്ന് രാത്രി യേശുവിന് ഉള്ളു കൊടുത്ത് നിൽക്കുമ്പോൾ ആ പാസ്റ്റർ എന്നെ ശ്രദ്ധിച്ചു. നല്ലൊരു ആത്മീയനായ മനുഷ്യൻ എൻ്റെ മുഖത്തേക്ക് ശ്രദ്ധിച്ചപ്പോൾ മൈ ഫേസ് വാസ് ഷൈനിങ്. എൻ്റെ മുഖം അങ്ങ് തിളങ്ങുന്നു. ഞാൻ വന്നിരുന്ന ആളല്ല. ഞാൻ ഉടനെ എഴുന്നേറ്റ് പറഞ്ഞു, നിന്നുകൊണ്ട് പറഞ്ഞു, ദൈവത്തിൻ്റെ ഇഷ്ടം എന്നെക്കുറിച്ച് എന്താണ്, എനിക്ക് വല്ലതുമൊന്ന് പറഞ്ഞു തരണമേ. ആശയോടെ, താല്പര്യത്തോടെ, നിർമ്മല ഹൃദയത്തോടെ, ഉടഞ്ഞു തകർന്ന ഹൃദയത്തോടെ, ആകാംക്ഷയുള്ള ഹൃദയത്തോടെ നീ ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം അതിന് മറുപടി തരും. ദൈവദാസൻ പറഞ്ഞു, മകനെ, നീ ഇപ്പോൾ ദൈവ പൈതലാണ്. നീ വന്നിരുന്നപ്പോൾ മുതൽ ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു. നീ വന്നിരുന്നപ്പോഴുള്ള ആളല്ല. നിന്റെ മുഖത്തൊരു വലിയ പ്രകാശമാണ്. ദൈവം നിന്നെ രക്ഷിച്ചിരിക്കുകയാണ്. നീ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. അതാണ് ദൈവവിശ്വാസം. ഞാൻ എൻ്റെ ആയുസ്സിൽ ആദ്യം കേൾക്കായി വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. അല്ലത് മുൻപേ കേട്ടിരുന്നെങ്കിൽ മാറാനൊരു തുണി കൊണ്ടുപോകത്തില്ലയോ? രാത്രി 11:05 കഴിഞ്ഞപ്പോൾ കേട്ട ശബ്ദമാണ്. ഞാൻ ഉടനെ പറഞ്ഞു, അതാണ് എന്നെക്കുറിച്ചുള്ള ദൈവഹിതമെങ്കിൽ, അതാണ് ദൈവ ഇഷ്ടമെങ്കിൽ എനിക്ക് ഈ രാത്രി അത് വേണം. എന്താണെന്ന് എനിക്ക് അറിയാനും വയ്യ. ഈ വെള്ളത്തിൽ മുക്കിക്കളയുന്നോ തുണിയൊക്കെ നനയൊന്നും ഒന്നും അറിയാൻ വയ്യ. എനിക്കത് വേണം. ആ ദൈവദാസനൊന്ന് പരിജ്ഞാനമുള്ളവൻ. ദൈവമേ, എന്താ ചെയ്യേണ്ടത്?
ദേശത്ത് ആദ്യമായിട്ട് ഒരാൾ കർത്താവിനെ വിശ്വസിക്കുക. ആ വേല തുടങ്ങി ആദ്യമായിട്ട് ഒരാൾ ദൈവത്തിങ്കൽ വരികയാണ്. അദ്ദേഹം ഒന്ന് പരിഞ്ഞപ്പോൾ ഒരു വീട്ടിൽ അടുക്കള ജോലിക്ക് നിൽക്കുന്ന ഒരു 16 വയസ്സുള്ള പെണ്ണ്, എന്ന് പഠിച്ചിട്ടില്ലാത്തൊരു പെണ്ണ്, അവൾ അന്യഭാഷ പ്രാപിച്ചവളാണ്. അവൾ പ്യുവർ ഇംഗ്ലീഷ്. ആ ദൈവദാസനോടൊരു പ്രവചനമാണ്. വെരി പ്യുവർ ഇംഗ്ലീഷ്, വിതൗട്ട് എനി ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക്, വ്യാകരണ തെറ്റൊന്നുമില്ലാതെ. ഹി ഈസ് മൈ സെർവന്റ്, I have called him for my glory. Oh my son, my servant, allow him to do my will. പാസ്റ്റർ അങ്ങ് അതിശയിച്ചു. അവർ ഇരിക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, തുള്ളൽ വരുന്നു പാസ്റ്റർക്ക്. കാരണം ആ പെണ്ണിനെ അദ്ദേഹത്തിന് അറിയാം, അവിടെ ഒരു വിശ്വാസിയുടെ വീട്ടിൽ ചട്ടിയും കലവും തേച്ച് പഴക്കാൻ നിൽക്കുന്ന പെണ്ണ. ഉടനെ ദൈവദാസൻ എഴുന്നേറ്റു. സഭയെ 5-6 പേരേ ഉള്ളൂ. ഇന്ന് രാത്രി ഈ യൗവനക്കാരനെ സ്നാനപ്പെടുത്തിയിട്ടേ നമുക്ക് വന്നിരിക്കാവൂ. ഓടി വന്ന ഒരാൾ പറഞ്ഞ് സ്നാനപ്പെടുമ്പോൾ വെള്ളത്തിലങ്ങ് മുക്കും, ഇതൊക്കെ അങ്ങ് നനയും, അടുത്ത ഒരാളുടെ ഒരു ഉടുപ്പും മുണ്ടും വാങ്ങിച്ചുകൊണ്ട് വരട്ടെ. അപ്പോഴാണ് ഞാൻ കേൾക്കുന്നത് സ്നാനപ്പെടുമ്പോൾ വെള്ളത്തിൽ മുക്കിക്കളയും, ഇല്ലെങ്കിൽ ഞാൻ മാറാൻ തുണി കൊണ്ടുപോകത്തില്ലയോ. ഞാൻ പറഞ്ഞു, നനഞ്ഞോട്ടെ, എനിക്ക് വേറെ ആരുടെയും വേണ്ട, കാരണം ഞാൻ ആരുടെയും തുണി ഉടുത്തിട്ടില്ല, അതുകൊണ്ട് അത് ദുരഭിമാനമായിരിക്കും, എങ്കിലും ആകട്ടെ. ഞാൻ പറഞ്ഞു, വേണ്ട, ഞാനിത് പിഴിഞ്ഞു മുറുക്കി കൊടുത്തോ. രാത്രി 11:05 രക്ഷിക്കപ്പെട്ട ഞാൻ 11:25 സ്നാനപ്പെട്ടു. ആ കാമ്പൗണ്ടിൽ കുടിക്കാനായി വെട്ടിയിരുന്ന കുളം, ഇന്നത്തെ പോലെ കിണറധികമില്ല. 1945 ആണ്ടത്തെ ചരിത്രമായി പറയുന്നു. ആ കുളത്തിൽ എന്നെ സ്നാനപ്പെടുത്തി, ആ തുണി പിഴിഞ്ഞു മുറുക്കി കൊടുത്തു. ആ സ്നാനപ്പെടുത്തിയ പാർട്ടിക്ക് വേറെ ആരാണ്ടടി ഒരു മുണ്ട് കൊണ്ട് കൊടുത്തു. അദ്ദേഹം അത് കൊടുത്തുകൊണ്ട് സ്നാനപ്പെടുത്തി. അന്ന് രാത്രി കർത്താവിൻ്റെ വേശയ്ക്കും സംബന്ധിച്ചു. ആണ്ടറിയല്ലയോ. നിങ്ങളോട് വളരെ തുറന്ന ഒരു സത്യം പറയട്ടെ, ദൈവത്തിൻ്റെ വചനം ഉള്ളതുപോലെ കേൾക്കുകയും ഉള്ളതുപോലെ അനുസരിക്കുകയും അനുസരണക്കേട് കാണിക്കാതെ അത് വ്യക്തമായി അനുസരിക്കുകയും ചെയ്താൽ ദൈവം നിന്നെ അതിൻ്റെ സാക്ഷിയാക്കും. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലായി ഈ പാവപ്പെട്ടവനായ എൻ്റെ കൈകൊണ്ട് 6003 പേർ സ്നാനപ്പെട്ടിട്ടുണ്ട്. അതിൽ അനേക ഭാഷക്കാർ കാണും. തെക്കേ അമേരിക്കയുടെ രാജ്യമായ ബ്രസീലിൽ അവിടെയുള്ള നീഗ്രോസിൽ ചിലരെ ഞാൻ സ്നാനപ്പെടുത്തി. ഇപ്പം ബ്രസീലാണല്ലോ ഈ ഫുട്ബോളിന് ഏറ്റവും വലിയ പന്തി, അവർക്കല്ലേ വലിയ സ്ഥാനം. സൗത്ത് മെക്സിക്കോയിൽ 13 നീഗ്രോകളെ സ്നാനപ്പെടുത്തി. ജപ്പാനിൽ 2-3 തമിഴരെ, സിലോൺ തമിഴർ ജപ്പാനിൽ പോയി സ്ഥിരതാമസം. ടോക്കിയോയിൽ സ്നാനപ്പെടുത്തി. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലേക്ക് ഇനി ഓസ്ട്രേലിയയും ആഫ്രിക്കയും മാത്രമേ ഉള്ളൂ. ഞാൻ പോകാതെ കിടക്കുന്നതായി പോകും. ദൈവം പല രാജ്യങ്ങളിലേക്ക് എന്നെ അയച്ചു, പല രാജ്യങ്ങളിൽ എന്നെ ഉപയോഗിച്ചു. ആയിരങ്ങളെ കർത്താവിലേക്ക് വരുത്തുവാൻ ആ ദൈവത്തിൻ്റെ രക്ഷയുടെ വിളിയുടെ ആഴം, അവൻ്റെ വിളി കേട്ടാൽ അനുസരിക്കുമ്പോൾ ഉള്ള ഭാഗ്യം, ആ ഭാഗ്യത്തെ കവിഞ്ഞ് വേറൊന്നുമില്ല. ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഭാഗ്യനാടിനെ കുറിച്ച് എനിക്ക് പ്രത്യാശ തന്നു. ജീവിതത്തെ കുറിച്ചൊരു ആഴമായ വെളിപ്പാട് തന്നു. 1950 ആണ്ട് ഒരു ദിവസം മുഴുവൻ മടക്കിയിരുന്ന് 3 പാട്ട് എഴുതി. ഒരു ദിവസം ഞാൻ മദ്രാസിലൊരു കൺവെൻഷന് പോയതാണ്. അവിടെ ചെന്നപ്പോൾ പാസ്റ്റേഴ്സ് എന്നെ വിളിച്ചു. പുതിയ പാട്ടുകളില്ലയോ? ഞാൻ പറഞ്ഞു, 5-6 മാസം മുമ്പ് എഴുതിയൊക്കെ ഉണ്ട്, പോരാ, ഈ കൺവെൻഷനിൽ പുതിയ പാട്ട് അവതരിപ്പിക്കണം. പോയി മുഴങ്കാൽ മടക്കിയിരുന്നു. 3 പാട്ടെഴുതി. പ്രത്യാശ എന്ന് വർദ്ധിച്ചു. ആദ്യത്തെ പാട്ട്, ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, എൻ്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധനോട് സുനരേശുവേ പാട്ടിടുവേ, ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധനോടൊത്തു ഞാൻ യേശുവേ പാട്ടിടുവേ. ഓർക്ക ഭാഗ്യം ഓർക്കുമ്പോൾ എൻ്റെ ഉള്ളഭാരം നിൽക്കുന്നേ, മുൻകാലിൽ ചെന്ന് സാധനോടൊത്തു ഞാൻ യേശുവേ
കുറവുണ്ടായില്ലെങ്കിൽ ഞാനൊക്കെ പാടുമായിരുന്നു. ഭാഗ്യനാട്. നിർഭാഗ്യവശാൽ ഇപ്പോൾ ആ പാട്ട് മരണ വീട്ടിലാണ് പാടുന്നത്. ഇതെങ്ങനെ കൊണ്ടുവന്ന് ഇത് കൺവേർട്ട് ചെയ്തു എന്ന് എനിക്കറിയാൻ വയ്യ. എൻ്റെ ഉള്ളു പ്രത്യാശ കൊണ്ട് ഭാഗ്യനാടിനെ നേരിട്ട് കണ്ടുകൊണ്ട് എഴുതിയ വരി ഇത് ചാക്കട വീട്ടിൽ പാടാനാണോ എഴുതിയേ? പാടിക്കോ, കുഴപ്പമൊന്നുമില്ല. അന്ന് തന്നെ പ്രത്യാശ പുതുക്കി ആ പാട്ട് എഴുതി. അടുത്ത സ്റ്റെപ്പ് വേറൊരു പാട്ട് ഉണർവിനായിട്ട് എഴുതി. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു ബഹുമാനപ്പെട്ട എൻ്റെ യുവ സഹോദരന്മാർ, ഇപ്പോഴത്തെ രീതിയിൽ ഇപ്പോഴത്തെ കാലത്ത് ആ പാട്ടിന് ആരോ ഒരു വ്യത്യാസം ചെയ്തു. ആ വ്യത്യാസമാണ് പാടിയത്. ഞാൻ പെന്തക്കോസിൻ ജ്വാലയാണ് എന്നല്ല എഴുതിയത്, പെന്തക്കോസിൻ വേലയാണ് എന്ന് എഴുതിയ ആളെ ജനിപ്പിച്ച അപ്പനുടെ ഇവിടെ നിൽക്കുന്നു. പേര് മാറ്റിയിടണ്ട. അന്ത്യകാലം വന്നാടുത്ത് പെന്തക്കോസിൻ വേലയാണ്. അന്ത്യകാലം ഇനി ഒരിക്കലും ജ്വാലയെന്ന് പാടണ്ട. ആ ജ്വാലയെന്ന് വാക്ക് അവിടെ ചേർത്താൽ അതിൻ്റെ പിന്നിലുള്ള അർത്ഥം എല്ലാം അങ്ങ് പോകും. ഇത് വളരെ ഗ്രമാറ്റിക്കലാണ്, അർത്ഥവത്താണ് പാട്ട്. അതുകൊണ്ട് വേല, പെന്തിക്കോസ്റ്റിന് വേല. Why are we ashamed in the work of Pentecost? പെന്തിക്കോസ്റ്റിന്റെ വേലയെ കുറിച്ച് എന്തിനാണ് ലജ്ജിക്കുന്നത്? പെന്തിക്കോസ്റ്റിന്റെ വേലയെ കുറിച്ച് എന്തുകൊണ്ട് ലജ്ജിക്കണം? ലോക രാജ്യങ്ങൾ മുഴുവൻ 82 പ്രാവശ്യം വിമാനയാത്ര ചെയ്തു പോയി. ലോകരാജ്യങ്ങളിൽ 2 സാമ്രാജ്യമണിക്ക് എല്ലായിടത്തും പെന്തിക്കോസ്റ്റിനെ പ്രസംഗിച്ച ഒരു ദൈവദാസനാണ് ഈ നിൽക്കുന്നത്. എനിക്ക് ഒന്നും വില വേണ്ട, വേറെ ഒരു ക്വാളിറ്റിയും വേണ്ട. I am not ashamed about the work of Pentecost. പെന്തിക്കോസ്റ്റിന്റെ വേലയെ പറ്റി ലജ്ജിക്കുന്നില്ല, ലജ്ജിക്കേണ്ട. അന്ത്യകാലം വന്നാടുത്തെ പെന്തിക്കോസ്റ്റിൻ വേലയാണ്. അന്ത്യകാലം വന്നാടുത്തെ പെന്തിക്കോസ്റ്റിൻ വേലയാണ്. ചന്തമോടെ സേവ ചെയ്താൽ സ്വന്തം നാട്ടിൽ പോയിടാമേ. ചന്തമോടെ സേവ ചെയ്താൽ സ്വന്തം നാട്ടിൽ പോയിടാമേ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ ഞാൻ സൺഡേ സ്കൂൾ പഠിപ്പിച്ച ഒരു യൗവനക്കാരൻ ഇന്നലെ ഹൃദയസ്തംഭനം മൂലം മരിച്ചു. തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് അവൻ്റെ അടക്കമാണ്. അതിന് മുൻപേ എനിക്ക് അങ്ങെത്തണം. പക്ഷേ 53-ാമത്തെ വയസ്സ് അവനെ പഠിപ്പിച്ച അധ്യാപകൻ, വേദപുസ്തകത്തിൻ്റെ പ്രാഥമിക പാഠങ്ങൾ പോലും പഠിപ്പിച്ച അധ്യാപകൻ കൂടെ നിൽക്കുന്നു. വയസ്സ് 82 ആകാൻ 30 ദിവസം കൂടെ മതി. ദൈവകൃപയാണ് നിന്നെ നിർത്തിയിരിക്കുന്നത്. ദൈവാധീനമാണ് നീ നിൽക്കുന്നത്, അല്ല ദൈവോദ്ദേശമാണ്, വെറും ദൈവാധീനമല്ല. There is a motive concerning you for God. ദൈവത്തിന് നിന്നെക്കുറിച്ച് എന്തോ ഒരു മോട്ടീവ്, ഒരു ഉദ്ദേശമുണ്ട്. Praise the Lord. ഇന്ന് നിങ്ങൾ കേട്ടുവല്ലോ, എത്ര സൈലൻ്റായി, എത്ര ശാന്തമായി ദൈവത്തിൻ്റെ ജനത്തിന് വരാമാവുന്ന ഫെയിലിയർ, തോൽവി വിവരിച്ച പറഞ്ഞ് ടു റീഗെയിൻ ദാറ്റ്, ആ തോൽവിയെ മാറ്റി
ജീവിതത്തെ റീഗെയിൻ ചെയ്യുവാൻ, നേട്ടങ്ങളെ ഉണ്ടാക്കുവാൻ, സുഖമുണ്ടാകുവാൻ, കൃപയുണ്ടാകുവാൻ, വിടുതൽ ഉണ്ടാകുവാൻ ഉള്ള വഴി God has teached you. ദൈവം നിങ്ങളെ പഠിപ്പിച്ചില്ലേ? ദൈവദാസനത്തിന് ഭദ്രമായി നിന്ന്, ശാന്തമായി നിന്ന് ഞാൻ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ച ആദ്യം ഇപ്പോഴത്തെ പുതിയ ഉണർവുകാരുടെ കൂട്ട് തകർത്ത് പൊടിച്ച് തരുവിട തരുവിട എന്ന് പറഞ്ഞ് ഉള്ള രംഗം ഉണ്ടാക്കുമെന്നാണ് ഞാൻ വിചാരിച്ചു. I am very much happy about his sermon. ഞാനൊരു ടീച്ചറാണ്. വെനിയൽ സെമിനാരിയിലെ അസിസ്റ്റന്റ് പ്രിൻസിപ്പളായി 7 വർഷം. WIM കോളേജിൻ്റെ പുനലൂർ WIM കോളേജിൻ്റെ പ്രിൻസിപ്പളായി 5 വർഷം. ബാംഗ്ലൂർ തിയോളജിക്കൽ കോളേജിലെ ടീച്ചറായി ചില വർഷങ്ങൾ. ഇങ്ങനെ പല വർഷങ്ങൾ കോളേജുകളിലും സെമിനാരികളിലും പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനായി ദൈവം എന്നെ തീർത്തു. I like the teaching model. Praise the Lord. Praise the Lord. I was very much glad and happy when I heard this sermon. ഞാൻ മുമ്പോട്ട് വരട്ടെ. സ്ഥാനപ്പെട്ട് അന്ന് രാത്രി കർത്താവിൻ്റെ മേശയിൽ സംബന്ധിച്ച് 6-7 പേരെയുള്ള ആകെ കർത്താവിൻ്റെ മേശയിൽ എനിക്കുള്ള ഒരു വലിയ ലാഭം. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എണ്ണം ശരിയാണോ എന്നറിഞ്ഞൂടാ, എങ്കിലും 3386 സഭായോഗം എന്നെ കടന്നു പോയിട്ടുണ്ട്. എനിക്ക് ആകെ മുടക്കമുള്ളത് 4 സഭായോഗം. അത് ഞാനല്ല കുറ്റക്കാരൻ. ഒരു സഭായോഗത്തിന് ഞാൻ ലണ്ടനിൽ നിന്ന് ടോക്കിയോയിലേക്ക് പറക്കുകയായിരുന്നു, വിമാനത്തിലായിപ്പോയി. ഒരു സഭായോഗത്തിന് അതെ ബോംബെയിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് പറക്കുകയായിരുന്നു, 2 സഭായോഗം മുടങ്ങി. ഒരു സഭായോഗത്തിന് കൊളംബിൽ നിന്ന് കപ്പലിൽ നാട്ടിലേക്ക് വരികയായിരുന്നു, 3. ഒരു സഭായോഗത്തിന് ആസ്മാരോഗത്തിൻ്റെ കാഠിന്യം കൊണ്ട് മുറിയിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയിരിക്കാൻ കഴിവില്ലാതെ കട്ടിലിൽ കിടന്നുപോയി 4. ഈ 3368 പരം സഭായോഗങ്ങളിൽ എനിക്ക് മുടക്കുള്ളത് 4 സഭായോഗം. അപ്പം നിങ്ങൾ മനസ്സിലാക്കിയല്ലോ എന്താ മുടങ്ങിയെന്ന്. വിശ്വാസിയെ, ദൈവമൈകളെ, ദൈവത്തെ ആരാധിപ്പാൻ മനസ്സ് വെച്ചവനെ, ദൈവം വിളിച്ച വ്യക്തിയെ, ദൈവം വേർതിരിച്ച വ്യക്തിയെ, ദൈവനാമം ആർക്ക് വെളിപ്പെടുത്തിയോ ആ വ്യക്തിയെ നീ ദൈവത്തെ ആരാധിക്കുന്നത് മുടക്കി ഒരു പരിപാടിയും വേണ്ട. ദൈവത്തെ ആരാധിക്കുന്നതാണ് നിന്റെ ജീവിതത്തിലെ ധനം. ദൈവത്തെ ആരാധിക്കുന്നതാണ് നിന്റെ ജീവിതത്തിലെ ബലം. ദൈവത്തെ ആരാധിക്കുന്നതാണ് നിന്റെ ജീവിതത്തിലെ ഭംഗി, നിന്റെ ജീവിതത്തിലെ ബ്യൂട്ടി, അഴക്. ഈ ശബ്ദം ഉച്ചരിക്കുന്ന എനിക്കും എൻ്റെ ഭാര്യയ്ക്കും കൂടെ ഇപ്പോൾ അരയ്ക്കുന്ന കല്ല് 9 ഉള്ളൂ. മനസ്സിലായല്ലോ എന്താ പറഞ്ഞത്? പറഞ്ഞാൽ എൻ്റെ മേളത്തെ വരി ഒരു കല്ലല്ലേ കാണാനുള്ളൂ. എന്നോട് എത്ര പേര് നിർബന്ധിക്കുന്നു, സ്പോൺസർ ചെയ്ത് കൊണ്ടുപോയി പല്ലു സെറ്റ് മുഴുവൻ മാറി ഭദ്രമായിട്ട് ഇവിടെ അയക്കാൻ ആളുണ്ട്. ബഹ്റിൻകാർ സ്പോൺസർ ചെയ്യുന്നു, ദുബായ്ക്കാർ സ്പോൺസർ ചെയ്യുന്നു. സത്യം. പക്ഷേ ഞാനിപ്പോഴും എനിക്ക് 5 അവർക്ക് 4. അതുകൊണ്ട് ഇറച്ചി തിന്നാൻ വയ്യ, കട്ടിയായതൊന്നും തിന്നാൻ വയ്യ, നിങ്ങൾ രുചിക്കുന്ന പലതും എനിക്ക് രുചിക്കാനിപ്പോൾ വയ്യ. എങ്കിലും ഒരു കാര്യം, നിങ്ങൾ രുചിക്കുന്ന ഒരു കാര്യം എനിക്കും രുചിയാണ്. ആത്മീയ ജീവിതം, ആത്മീയ സൗന്ദര്യം, ആത്മീയ ഭംഗി, അത് നിന്റെ ആത്മീയ ജീവിതത്തിന്റെ വളർച്ചയെ ആസ്പദമാക്കിയാണ്. നീ നഷ്ടപ്പെടുത്തി നിന്നെ റീഗെയിൻ ചെയ്യണം. പാപം നിന്നെ ഒത്തിരി നഷ്ടപ്പെടുത്തി, നിന്റെ കച്ചവടം മുഴുവൻ നഷ്ടമായി, നിന്റെ ജീവിതമേ നഷ്ടമായി. ഒടുവിൽ നീ ആശ്രയിക്കാൻ പോയത് പാതാളത്തെയാണ്, കെട്ടിപ്പിടിച്ച് ചുംബിക്കാൻ പോയത്. ദൈവം നിന്നെ അതിൽ നിന്ന് വിടുവിച്ചത് സ്വർഗനാടിന്റെ അധിപതിയെ, ആ യേശുവിനെ ചുംബിച്ച് ജീവിക്കാൻ, വിശുദ്ധമായ ഒരു ജീവിതം, ധൈര്യമുള്ള ഒരു ജീവിതം. അതെല്ലാവരും ജീവിതപരമൊക്കെ പാടിയെച്ചിരിക്കുക. എനിക്കെൻ്റെ പിതാവ് വളരെ വിപുലമായൊരു ഭൂസ്വത്ത് തന്നു. എൻ്റെ ജ്യേഷ്ഠൻ്റെ മരണശേഷം 1955 ജനുവരിയിൽ ഞാൻ വിവാഹിതനായി. അതിനുശേഷം എനിക്ക് ആദ്യത്തെ കുട്ടി ജനിച്ചു.
ആ കുട്ടിയെയും അവിടെ ഭർത്താവിനെയും ഈ ഇരിക്കുന്ന ദൈവദാസന് പരിചയമുണ്ട്. പാസ്റ്റർ ജേക്കബ് സാം, അദ്ദേഹത്തിന് പരിചയമുണ്ട്. ആ കുട്ടിയെ തന്ന് അവൾക്ക് 8 മാസമുള്ളപ്പോൾ ഞങ്ങളുടെ സ്വത്തുകൾ വീതം വെച്ചു, 2ആയിട്ട് ഭജിച്ചു. സ്വത്ത് വീതം വയ്ക്കുന്നതിന് മുമ്പ് തന്നെ സ്നാനപ്പെട്ടിട്ട് വീട്ടിൽ വന്ന ദിവസം 4 മണി, വെളുപ്പിന് 4 മണി, ഒരു വലിയ കുറുവടിയുമായിട്ട് അപ്പച്ചൻ ഇരിക്കുകയാണ്. അപ്പച്ചനോട് സിംഹമാണ്, നാട്ടിലെ ഒരു സിംഹം. എന്നെ ആരോ ചെന്ന് പറഞ്ഞു, മോൻ പെന്തിക്കോസുകാരുടെ ഇടയ്ക്ക് പോയിരിക്കുന്നു, വെള്ളത്തിൽ ചാടിയെന്ന് കേട്ടു. ഇത് വാർത്ത കേട്ട പാട് വീട്ടിലുള്ളതിൽ ഏറ്റവും വലിയൊരു കുറുവടി എടുത്തുകൊണ്ട് പുള്ളി കസേര മുമ്പിൽ മിച്ചത്ത് ഒരു സ്റ്റൂളിട്ട് അതേ കാലും തടവി ഇരിക്കുകയാണ്. വെളുപ്പിന് 4 മണി മുമ്പിലോട്ട് വന്നു. എവിടെ ആയിരുന്നടാ? ഞാൻ പറഞ്ഞു പെന്തിക്കോസുകാരുടെ യോഗത്തിന് പോയി. എന്നിട്ട് ഞാൻ പറഞ്ഞു എന്താ അപ്പച്ച എന്നിട്ട്? എടാ എന്നിട്ട് ഞാൻ പറഞ്ഞു അപ്പച്ചൻ എന്താ ഉദ്ദേശിക്കുന്നത്? നീ വെള്ളത്തിൽ ചാടിയോടാ? ഞാൻ പറഞ്ഞു ഇല്ല, വെള്ളത്തിൽ ചാടിയില്ല, വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ടു. എന്തുവാടാ പറയുന്നേ? എടാ നീ വെള്ളത്തിൽ ചാടിയോ? ഞാൻ പറഞ്ഞു അപ്പച്ച ഇത് വെള്ളപ്പൊക്കം അല്ലല്ലോ, പിന്നെ വെള്ളത്തിൽ ചാടുന്ന എങ്ങനെയാ? ഞാൻ വെള്ളത്തിൽ മുഴുകി സ്നാനപ്പെട്ടു. എന്തോടെ സ്നാനപ്പെട്ടോ? നിന്റെ തല ഞാൻ അടിച്ചു കീറും. കുറുവടി ഇങ്ങോട്ട് എടുത്ത് ഓങ്ങിയാൽ അടിക്കുകയും ചെയ്യും. അത് പിന്നെ ഒന്നും നോട്ടമില്ലാത്ത ഒരാളാ. അരിപ്പാട്ട് കച്ചേരിയിലെ ആമ്യനാ, പോലീസ് ഇൻസ്പെക്ടറുടെ അപ്പനാ, ദേശത്ത് അറിയപ്പെട്ട ഒരാളാ. അടിച്ചത് തന്നെ. ഞാനിങ്ങനെ നിന്നു. ആദ്യത്തെ സാക്ഷി പറയുകയാണ്, രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ടതിൻ്റെ അന്ന് ആദ്യത്തെ സാക്ഷി കണ്ണു അടച്ചോണ്ട് നിന്നു. അപ്പച്ചാ ഇപ്പം എന്നെ ഇന്ന് അപ്പച്ചൻ അടിച്ച് തല കീറി ഞാനിവിടെ മരിച്ചു വീഴുകയാണെങ്കിൽ ഞാൻ നേരെ സ്വർഗത്തിലേക്ക് പോകും. ഇന്നലെ ആയിരുന്നെങ്കിൽ ഞാൻ പാതാളത്തിലോട്ടേ പോകും. ആദ്യത്തെ സാക്ഷി. വീട്ടിൽ അപ്പനോട് അമ്മ ഞെടുങ്ങി നിൽക്കുകയാണ്, എൻ്റെ കുഞ്ഞിനെ അടിച്ചു കൊല്ലുവേ എന്നും പറഞ്ഞു. വിളിക്ക് പറയാനൊക്കോ, കരഞ്ഞോട് നിൽക്കുക. ആദ്യത്തെ സാക്ഷി അപ്പനോട്. കഴിഞ്ഞു. അപ്പച്ചൻ വടിയല്ലായിരുന്നാ എന്തെങ്കിലും ആയിക്കോപ്പോ എന്ന് പറഞ്ഞങ്ങ് പോയി. കോമ്പൗണ്ടിൻ്റെ പുറകിൽ പോയി. വലിയ കോമ്പൗണ്ടാണ്. എനിക്ക് വേണ്ടി പണിതിരിക്കുന്ന ഒരു മനോഹരമായ പഴയ മോഡൽ കെട്ടിടം. 8 കിടക്ക മുറികളും 2 അടുക്കള മുറിയും 2 പോർട്ടിക്കോയും 100 പേർക്ക് ഇന്ന് ഭക്ഷിക്കാവുന്ന ഡൈനിങ് ഹാളും 18 പശുക്കളെ കിട്ടുന്ന തൊഴുത്തും വണ്ടിക്കാള ഉഴവുകാള അവർക്ക് വേറെ തൊഴുത്ത് 6000 നെല്ലിടാവുന്ന അറപ്പുര. ഇതെല്ലാം തേക്ക് കൊണ്ട് പണിഞ്ഞിരിക്കുകയാണ്. വേറെ ഒരു തടിയും ചേർത്തിട്ടില്ല. എനിക്ക് വേണ്ടി എൻ്റെ ജ്യേഷ്ഠന് കെട്ടിടം പണിയാൻ വേറെ ഒരുക്കിയിട്ടുണ്ട്. ഞാൻ കോമ്പൗണ്ടിൻ്റെ പുറകിലേക്ക് പോയി. ചെന്നവിടെ നിന്നുകൊണ്ടാ പറഞ്ഞു, എടാ പുരയിടമേ, ഒരു ദിവസം നീ എൻ്റെ കയ്യിൽ വരും, നീ ബലിപീഠത്തിലിരിക്കും. എടാ കെട്ടിടമേ, നിങ്ങൾക്ക് വിചാരിക്കുന്നത് ഭ്രാന്താണോ? ഭ്രാന്തല്ല. എടാ കെട്ടിടമേ, നീ ഒരു ദിവസം എൻ്റെ കയ്യിൽ വരും, നീ യാഗപീഠത്തിലിരിക്കും. കാരണം ഇതൊന്നും അപ്പച്ചൻ്റെ ശമ്പളം കൊണ്ടുണ്ടായതല്ല. അപ്പച്ചൻ പെൻഷൻ പറ്റിയത് 38 രൂപ ശമ്പളത്തിന്. അന്ന് മുൻസിപ്പിന് 70 രൂപ ശമ്പളം, ആമ്യന് 38 രൂപ ശമ്പളം. റിട്ടയർമെൻറ്റ് പീരീഡ് 38 രൂപ ശമ്പളത്തിന് പെൻഷൻ പറ്റി 19 രൂപ പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ആളിന് ഇത്രയും സ്വത്ത് എവിടുന്ന? ഈ ആയിരക്കണക്ക് പറഞ്ഞ നെല്ല് കിട്ടുന്ന നില എവിടുന്ന? എല്ലാം കൈക്കൂലി. അന്ന് ആരും മുൻസിപ്പിന് കൈക്കൂലി കൊണ്ട് കൊടുക്കത്തില്ല. ത്രൂ ദിസ് ചാനൽ ഇറ്റ് ഗോസ്. മുഴുവൻ കൈക്കൂലി. അടിമനസ് ഉണർന്നപ്പോൾ, മനസാക്ഷി ഉണർന്നപ്പോൾ ജീവിതത്തെ മലിനപ്പെടുത്തുന്നത്, ജീവിതത്തെ വ്യാമോഹിപ്പിക്കുന്നത്, ജീവിതത്തെ അടിത്തറ വച്ചിരിക്കുന്നത് എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള ജ്ഞാനം ദൈവം തന്നു. കൃപയാൽ എൻ്റെ അപ്പച്ചൻ്റെ മരണശേഷം എനിക്ക് ലഭിച്ച സർവസ്വത്തും സർവഭൂസ്വത്തും 18 കറവ പശുക്കളെ തന്നു. സകല പശുക്കളെയും, വില്ലുവണ്ടിയുടെ കാള, പിച്ചള കെട്ടിയ വില്ലുവണ്ടി, വള്ളങ്ങൾ, ഭൂസ്വത്തുകൾ, കുറഞ്ഞപക്ഷം 7000 തേങ്ങയെങ്കിലും ഇടാവുന്ന ഭൂമികൾ, അറപ്പുരയിൽ കുറഞ്ഞത് 5000 നെല്ലെങ്കിലും ഇടാവുന്ന നിലങ്ങൾ, ഇതെല്ലാം എൻ്റെ യേശുവിന് വേണ്ടി ബലിപീഠത്തിൽ വെച്ചു. പ്രൈസ് ദി ലോർഡ്. സത്യമാണ്. ഞാൻ എന്നെ ഉയർത്താനല്ല, ആത്മീകം വളരെ വില കൊടുക്കേണ്ടതാണ്. ആത്മീക സാക്ഷ്യത്തിന് വലിയ വിലയുണ്ട്. ചുമ്മാ വെള്ളവും
അതും ഇതും കൊണ്ട് സാക്ഷി പറഞ്ഞ് ഓടിയാൽ പോരാ. പ്രസംഗവും സാക്ഷിയും ഒരുപോലെയായി. ഒന്നുമില്ലാത്തവനായിട്ടുണ്ട് മുഴുവൻ സ്വത്തും വിറ്റ് സുവിശേഷം പ്രസംഗിച്ചു. എവിടെ സുവിശേഷം എത്തിയിട്ടില്ലയോ പാസ്റ്റർ വർഗീസിന്റെ നേതൃത്വത്തിലുള്ള കൺവെൻഷൻ അവിടെ ഉണ്ട്. ആളുകൾക്ക് ഭക്ഷണം കൊടുക്കും, വണ്ടിക്കൂലി കൊടുക്കും, സകലവും ചെലവായി 5 രൂപ വാടകയ്ക്ക് ഒരു വീടെടുത്ത് പോയി താമസിച്ചു. അവിടെ വെച്ച് ആദ്യമുണ്ടായ അനുഭവമാണ് അഴലേറും ജീവിതമരുവിൽ. 16 ദിവസം പട്ടിണിയായിപ്പോയി. യുവാക്കളെ യുവതികളെ ഉപവാസ പ്രാർത്ഥനയിൽ പട്ടിണിയിരിക്കുന്നു. പക്ഷെ അത് ഉപവാസ പ്രാർത്ഥനയല്ലാതെ 16 ദിവസം ആഹാരമില്ല. ഈ നിലവും പുരടവും സ്വത്തും വീടും കറവ പശുക്കൾ 18 ഇതെല്ലാമുള്ള വീട്ടിലെ അറിയപ്പെട്ട ഞാൻ ആഹാരമില്ലാതെ കിടക്കുന്നത് വല്ലവരെ അറിയിക്കാൻ ഒക്കുമോ? എൻ്റെ ഭാര്യ വീട്ടുകാരെ അറിയിക്കാൻ ഒക്കുമോ? ഞാൻ സ്വത്തുകൾ വിൽക്കുമ്പോൾ രഹസ്യത്തിൽ അവർ വന്ന് ഭാര്യയുടെ ചെവിയിൽ പറയും. അത് ആ പാട്ടിനകത്ത് ചേർത്തിട്ടുണ്ട്. ചേലോടെ തന്ത്രങ്ങൾ ഓതിടുവാൻ ചാരന്മാരുണ്ടാധീയം സാഹേ അടച്ച് ചാരന്മാരെന്നാണ് വിളിച്ചിരിക്കുന്നത്. നിന്റെ ജീവിത പ്രതിഷ്ഠയിൽ നിന്ന്, നിന്റെ ജീവിതത്തിന്റെ തീരുമാനത്തിൽ നിന്ന്, നിന്റെ ജീവിതത്തിന്റെ ഓജസ്സിൽ സധൈര്യത്തിൽ നിന്ന് നിന്നെ പിടിച്ചു മാറ്റുവാൻ ശ്രമിക്കുന്ന ആരുമാണ് നിന്റെ ജീവിതത്തിലെ ചാരന്മാർ. അത് ബന്ധുക്കളാവാം, സ്വന്തക്കാരാവാം, സഹോദരങ്ങളാവാം, മറ്റുള്ളവരാവാം. അവരുടെ മുമ്പിലെ അഭിമാനത്തെക്കാൾ നിന്റെ ജീവിതത്തിന്റെ പ്രതിഷ്ഠയെ സൂക്ഷിക്കുകയാണ് നിനക്ക് വലുത്. 16-ാം ദിവസം ഒരു പാവപ്പെട്ട സ്ത്രീ 24 അരി കൊണ്ട് തന്നു. 1/2 രൂപയും. അതിനകത്ത് 1/2 രൂപ 8 അണ. ഞാൻ വൈഫിനെ വിളിച്ചു, ഓടിവാ, കർത്താവ് നമുക്ക് ഭക്ഷണം തന്നു. ആ കൊണ്ടുതരുന്നതിന് മുൻപ് 1 മണിക്കൂർ മുമ്പ് ഒരു സംഭവം ഉണ്ടായി. ഞാൻ ബാത്റൂമിൽ പോയിട്ട് വന്നപ്പോൾ എൻ്റെ ഉള്ളിലൊരു പ്രകാശം, എൻ്റെ ഉള്ളങ്ങ് ജ്വലിക്കുന്നു. ഞാൻ ബൈബിൾ എടുത്ത് വായിച്ചുകൊണ്ട് പേപ്പർ എടുത്ത് എഴുത്തു തുടങ്ങി. ഒന്നിനും പതറിയിടരുത്, നിന്നോട് കൂടെ എന്നും അവൻ നിന്നെ വഴി നടത്തും. മാന്നരിൽ നല്ലവൻ നിന്നോട് കൂടെ എന്നും അവൻ നിന്നെ വഴി നടത്തും. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. ഞാൻ ചടോന്ന് സ്റ്റോപ്പ് ചെയ്യുന്നത് അവരങ്ങ് ആവർത്തിച്ച് പാടും. അതുകൊണ്ട് സമയം കൂടെ കീപ്പ് ചെയ്ത് എൻ്റെ ഈ സാക്ഷി അവസാനിപ്പിക്കണം. ഒന്നിനും പതറരുത്. ഞാൻ വെള്ളം കുടിക്കുന്ന കിണറെ നോക്കി ഒരു വരി എഴുതി. ആ കിണറിൽ പച്ചവെള്ളം കോരി കുടിക്കേണ്ട ഭാര്യയ്ക്ക് പച്ചവെള്ളം കോരി കുടിക്കാൻ വയ്യ. അവൾ അഴലേറുന്ന ജീവിതത്തിൽ കിടന്ന് അവളെ നോക്കിയാണ് ആ പാട്ട് പാടിയത്. അവിടെ മുറിയിലൊരു ഞരക്കം കേട്ടു. 2 കുഞ്ഞുങ്ങൾ, ഇദ്ദേഹത്തിന് പരിചയമുള്ള എൻ്റെ മൂത്ത മകളും അതിൻ്റെ ഇളയവനും. അവൾ പൊലകൂടി മാറിയതാണ്. ഇളയവൻ ജനിച്ചപ്പോൾ അവളുടെ പാൽകൂടി മാറി. അവൾ ബുദ്ധിയുള്ളവളാ, അവൾക്ക് ജീവിച്ചിരിക്കണ്ടായോ? പട്ടിണിയിൽ അവൾ ഒരു വശം ഏറ്റെടുത്തു, ഇളയവൻ ഒരു വശം ഏറ്റെടുത്തു. ഇനി തെളിച്ച് പറയുന്നില്ല, സഹോദരിമാർക്കറിയാം. 2 കൂടെ കിടന്ന് കുടിയാ. അവളിപ്പോൾ ഒരു വലിയ ഭാഷണ ഭാര്യയാ കേട്ടോ. കുടിച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് പാല് കിട്ടുമോ? വയറ്റിലോട്ടൊന്നും ആഹാരം ചെല്ലാ, പാല് കിട്ടുമോ? അതുങ്ങൾ കിടന്ന് കരയും. എൻ്റെ മുറിയിൽ എൻ്റെ ഭാര്യയുടെ മുറിയിലേക്ക് പോയി നോക്കിയപ്പോൾ അവൾ ക്ഷീണത്തിൽ ബോധരഹിതയല്ല എങ്കിലും തളർന്ന് കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഉടനെ അവരോട്, ദൈവം എനിക്കൊരു ട്യൂൺ തന്നു, നാച്ചുറലായൊരു ട്യൂൺ. ആരോടും ട്യൂൺ കടം വാങ്ങിച്ചിട്ടില്ല ഞാൻ ഇതുവരെ. 136 പാട്ട് ഞാൻ എഴുതിയ പാട്ട് നിങ്ങൾ പാടുന്നുണ്ട്. എനിക്ക് ഒരു പ്രശംസയും വേണ്ട, എനിക്കൊരു പൈസയും അതിന് വേണ്ട. അവളെ നോക്കിക്കൊണ്ട് പാടി. നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോ, കണ്ണിൻ മണി പോലെ കാത്തിടുമേ. ഓ നിന്നെ വിളിച്ചവനുള്ളോ, കണ്ണിൻ മണി പോലെ കാത്തിടുമേ. അന്ത്യം വരെ വഴുതാതെ അവൻ താങ്ങി നടത്തിടും പൊൻകരത്താൽ. അന്ത്യം വരെ വഴുതാതെ അവൻ
നോക്കി അവിടെ മുമ്പിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ആ പാട്ടിൽ സഹജേ സഹജേ എന്ന് വിളിച്ചിരിക്കുന്നത് എൻ്റെ ഭാര്യയുടെ പേരല്ല. സഹജേ എന്ന് വെച്ചാൽ കൂട്ടുകാരിയെന്ന്. ഇപ്പോഴും അവളെനിക്ക് സഹജയാ. അവൾ മുതുക്കിയായി പോയതുകൊണ്ട് ഞങ്ങളുടെ സഹജത്വം വിട്ടില്ല. അവൾക്ക് 81 എനിക്ക് 82 തുടങ്ങാൻ പോവാം. ഒരു വയസ്സിന് വ്യത്യാസമുള്ളൂ. ബർത്ത്ഡേ രണ്ടുപേരുടെ ഒന്നിച്ച ഓഗസ്റ്റ് മാസം 16 രണ്ടുപേരുടെയും ബർത്ത്ഡേയാണ്. ഞങ്ങൾ ഒരുമിച്ച് ബർത്ത്ഡേ ആചരിച്ചത് വളരെ ചുരുക്കമാണ്. ചരിത്രം പറഞ്ഞാൽ വളരെ നീളും വേണ്ട. അവളെ നോക്കിക്കൊണ്ടാണ് സഹജേ നീ ഇപ്പം തളരുകയാണോ? അർത്ഥബോധാവസ്ഥയിൽ കിടക്കുകയാണ് അവള്. എത്ര ദിവസമായി ആഹാരം ചെന്നിട്ട് 2 കുഞ്ഞുങ്ങൾ വലിച്ചു കുടിക്കുകയല്ലേ? തളർന്നുപോയി. വിശ്വാസിയെ, ദൈവമൈതലേ, നീ സ്നേഹിക്കുന്ന സത്യം, നീ പിടിച്ചിരിക്കുന്ന സത്യം സത്യമായതുകൊണ്ട് ആ സത്യത്തിന് വേണ്ടി നിന്റെ ജീവിതത്തിൽ കുറെ വിഷമം അനുഭവിച്ചാലോ പ്രയാസം അനുഭവിച്ചാലോ അതൊന്നും നഷ്ടമല്ല. അവളെ നോക്കി വിരൽ ചൂണ്ടി, അല്ലയോ സഹജേ, എൻ്റെ വിശ്വാസത്തിൻ്റെ കണ്ണങ്ങ് വിടർന്നു. ഞാൻ മുമ്പിൽ കണ്ടു ഒരു മഴവില്ല. അതാണ് ഞാൻ കാർമുകിലേറെ കരേറുകിലും കാണുന്നില്ലേ മഴവില്ല. ഓ കാർമുകിലേറെ കരേറുകിലും കാണുന്നില്ലേ മഴവില്ല. ഓ കരുതുക വേണ്ടാതിൻ ഭീകരങ്ങൾ, കെടുതികൾ തീർത്തവൻ തഴുകിടുമേ. ഓ കരുതുക വേണ്ടാതിൻ ഭീകരങ്ങൾ, കെടുതികൾ തീർത്തവൻ തഴുകിടുമേ. ആഴമേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. പ്രിയരേ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ വാത്സല്യ മിത്രങ്ങളെ, എൻ്റെ വാത്സല്യ അമ്മമാരെ, സഹോദരിമാരെ, ആത്മീയ ജീവിതം പൂമത്ത വിരിച്ചതല്ല. ആണെന്ന് ആദ്യം തോന്നിയേക്കാം. അത് മുള്ളും പറക്കാരെയും ഒക്കെ ചവിട്ടേണ്ടതാണ്. പക്ഷേ അവിടെ നീ ക്ഷീണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മുമ്പിൽ ഒരു സാക്ഷിയാണ് നിൽക്കുന്നത്. ഞാൻ കടന്നു പോയിട്ടുള്ള പട്ടിണി, എൻ്റെ സ്വത്തുകൾ മുഴുവൻ കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുത്ത ശേഷം ഞാൻ കടന്നിട്ടുള്ള പട്ടിണി, ഞാൻ തരണം ചെയ്തിട്ടുള്ള പ്രയാസങ്ങൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ആരും കണ്ടു കാണുകയില്ല. 4 പ്രാവശ്യം എന്നെ കൊല്ലുവാൻ വടക്കേ ഇന്ത്യയുടെ പ്രദേശങ്ങളിൽ വെച്ച് ഞാൻ ഇന്ത്യയുടെ ഗ്രാമങ്ങളെ സുവിശേഷിക്കുവാൻ ഒരു ഗോസ്പൽ വാനിൽ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു. 2.25 വർഷം ഇന്ത്യയുടെ സ്റ്റേറ്റ് മുഴുവൻ സഞ്ചരിച്ചു. പലയിടത്ത് വെച്ച് കഠിനമായ മർദ്ദനമേറ്റു. 4 പ്രാവശ്യം എന്നെ കൊല്ലുവാൻ മർദ്ദിച്ചു. പക്ഷേ ചത്തില്ല, ഇതാ നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മറ്റൊരു സ്ഥലത്ത് വെച്ച് മനുഷ്യന്റെ മലം എൻ്റെ വായിൽ കുത്തിക്കയറ്റി എന്നെ അത് തീറ്റിച്ചു. നിങ്ങൾ ആരെങ്കിലും മനുഷ്യന്റെ മലം തിന്നിട്ടുണ്ടോ? അത് ഏതാണ്ട് വലിയ കാര്യമല്ല. ആദ്യമായിട്ടൊരു ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചു. മധുരയ്ക്ക് 28 മൈൽ തെക്കുള്ള പറക്കൈ ഗ്രാമം. അവരതുവരെ അവിടെ ആരെയും സുവിശേഷം വഹിച്ച് ആരെയും കയറ്റിയിട്ടില്ല. ഞാൻ എൻ്റെ വണ്ടിയുമായി അവിടേക്കൊന്ന് കയറി. പാട്ടുപാടിക്കഴിഞ്ഞ് മൈക്കിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ പട്ടണത്തിലെ തലവൻ അവൻ വന്ന് എന്നെ തടഞ്ഞു. What are you going to do? I am going to preach Christ. What Christ? What Christ? What man? എന്ന് പറഞ്ഞ അവൻ എന്നെ കർശനമായിട്ട് താക്കീത് ചെയ്ത് താടിക്കൊരടി. ക്ലോസ് യുവർ മൗത്ത്. രംഗം വഷളാണ്. ഒരു 50-ൽ പരം പേർ പുറകിൽ കയ്യും കെട്ടി ഞങ്ങളെ ചുറ്റിയിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു ചില വടക്കൻ ഗ്രാമങ്ങളിൽ വടക്കൻ ഇന്ത്യയിലൊക്കെ ചെല്ലുമ്പോൾ നമ്മളെ ഇങ്ങനെ കുമ്പിടുന്നവരുണ്ട്, ഇങ്ങനെ സ്വീകരിക്കുന്നവരുണ്ട്, കുമ്പിട്ട് സ്വീകരിക്കുന്നവരുണ്ട്. ഞാൻ വിചാരിച്ചു പറക്കൈ ഗ്രാമത്തിൽ പുറകിൽ കയ്യും കെട്ടിയാ സ്വീകരിക്കുന്നത്. ഈ പുറകിൽ ഇരുന്നവരുടെ എല്ലാം കയ്യിൽ മുമ്പേ പറഞ്ഞതാ. നല്ല ഒറിജിനൽ മാലിന്യമേശാത്ത മനുഷ്യമലം കുത്തിവാരിക്കൊണ്ട് വന്നിരിക്കുക. ഒരു കക്കൂസിൻ്റെ ടാങ്ക് തുറന്ന് അതിൽ അടിഞ്ഞു കിടന്ന മലം കുത്തിവാരി കൊണ്ടുവന്നാണ്.
അയാൾ കൈ ഇങ്ങനെ പുറകോട്ട് കെട്ടി ഇടത്ത് കൈ കൊണ്ട് എൻ്റെ താടിക്ക് തട്ടി. ഇച്ചിരി നേരം കഴിഞ്ഞപ്പോൾ ബലമായി പിടിച്ച് തുറന്ന് ഓപ്പൺ യുവർ മൗത്ത്, തുറക്കടാവായോ, തുറന്നിട്ട് അയാളുടെ കയ്യിലിരുന്ന കോപ്പ് എൻ്റെ അണ്ടാക്കിലോട്ട് കുത്തി അങ്ങ് കയറ്റി. അതങ്ങ് അയാളുടെ കൈ ഇവിടം വരെ എത്തി. അങ്ങ് കുത്തി കയറ്റി കളഞ്ഞു. എൻ്റെ തൊണ്ട എത്ര ദിവസം കഴിഞ്ഞാൽ എൻ്റെ തൊണ്ടയുടെ നീര് പോയത്. ഒരു കുത്തു മലം എൻ്റെ വയറ്റിലാക്കി. മലത്തിനകത്തങ്ങ് പൊതിഞ്ഞു. തീട്ടം കൊണ്ട് അഭിഷേകം ചെയ്തു. ഇത്രയും പറഞ്ഞാൽ മതിയല്ലോ. അതുകൊണ്ടെന്താ, ഞാൻ ചത്തുപോയോ? ഞാൻ ഇല്ലാതെ പോയോ? എനിക്കെന്താ ഒന്നും ഇല്ലയോ? എനിക്ക് ആരോഗ്യമില്ലേ? എനിക്ക് സന്തോഷമില്ലേ? എനിക്ക് സംതൃപ്തിയില്ലേ? നീ കർത്താവിന് വേണ്ടി സഹിക്കുന്നത്, നീ സുവിശേഷത്തിന് വേണ്ടി സഹിക്കുന്നത് ഒട്ടും അധികപ്പെട്ടല്ല. ആ ഗ്രാമത്തിൽ ദൈവത്തിൻ്റെ ന്യായവിധി ഇറങ്ങി. 3 മാസം കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ആ ഗ്രാമത്തിൻ്റെ വശത്തൂടെ നാങ്കുന്നേരിക്ക് അടുത്ത്, മധുരയ്ക്ക് തെക്ക് നാങ്കുന്നേരിക്ക് അടുത്ത് പാസ് ചെയ്ത് പോയപ്പോൾ റിസർവ് പോലീസ് ക്യാമ്പ് ചെയ്തിരിക്കുന്നു. റോഡിൽ ടെൻറ്റ് കെട്ടി. ഞാൻ അവിടെ നിന്ന് അന്വേഷിച്ചു, എന്തായത്? ആ ഗ്രാമക്കാരും ഈ ഗ്രാമക്കാരും കൂടെ ഒരു വലിയ വഴക്കുണ്ടായി. പോലീസുകാർക്ക് അറിയാൻ വയ്യ ഈ സംഭവമൊന്നും. അവർ വന്ന് ഈ ഗ്രാമം തീ വെച്ച് കളഞ്ഞു. 360 വീടുകൾ തീവച്ച ചാരത്തിൽ ഞങ്ങൾ കാൽ മെതിച്ചു. നിന്നെ തൊടുന്നവൻ എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെ തൊടുന്നു. ദൈവപൈതലേ, ദൈവദാസനെ, ദൈവദാസിയെ, ദൈവഹിതപ്രകാരം കഷ്ടപ്പെടുന്ന, ദൈവഹിതപ്രകാരം നിൽക്കുന്ന, ദൈവഹിതത്തിനു വേണ്ടി നിൽക്കുന്ന, ദൈവത്തിൻ്റെ വിളി അനുസരിച്ച് നിൽക്കുന്ന, ദൈവശബ്ദം കേൾക്കുന്ന, ദൈവത്തെ അനുസരിക്കുന്ന ദൈവപൈതലേ, നിനക്ക് വരുന്ന കഷ്ടങ്ങൾ കഷ്ടമെന്നൊരു അല്പനിമിഷം തോന്നിയേക്കാം. പക്ഷെ അത് കഷ്ടമല്ലാതെ ലാഭമാണ്. 360 വീടുകൾ വെന്തരിഞ്ഞ് കിടക്കുന്നു, ഗ്രാമവീടുകൾ. എന്നാൽ ഇപ്പോൾ നിങ്ങൾ മധുരയ്ക്ക് 28 മൈൽ തെക്കുള്ള പറക്കൈ എന്ന ഗ്രാമത്തിൽ ചെന്നാൽ ശക്തിയേറിയൊരു പെന്തക്കോസ്ത് സഭ അവിടെയുണ്ട്. അതിൻ്റെ ആദ്യത്തെ കൺവെൻഷൻ്റെ ആദ്യത്തെ 2 ദിവസം പ്രസംഗിച്ച ആളായി നിൽക്കുന്നത്. എന്നെ തീട്ടം തീറ്റിച്ച ഗ്രാമം. നിന്നെ തൊടുന്നവൻ എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെ തൊടുന്നു. നിന്നെ തൊടുന്നവൻ സത്യനിമിത്തം, വചന നിമിത്തം നിനക്ക് സംഭവിക്കുന്ന കഷ്ടപ്പാട് അത് നഷ്ടമല്ല, അത് ലാഭമാണ്. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാണ്. ഇനി എത്ര കേൾക്കണം? നിർത്തട്ടെ. അവൻ്റെ വചനമനുസരിച്ച്, സത്യമനുസരിച്ച് മുൻപോട്ട് നീങ്ങിയതിനാൽ ദൈവം എന്നെ ഉയർത്തി. പക്ഷെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഉയർത്തി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് അഡ്രസ്സ് തരാം, വരണമെന്നില്ല, അന്വേഷിപ്പിക്കാം, ഫോൺ നമ്പറും തരാം. ഞാൻ ഇന്നും സമ്പാദ്യക്കാരനല്ല. 82 പ്രാവശ്യം ലോകയാത്ര ചെയ്ത് എനിക്ക് സമ്പാദിക്കാൻ വയ്യായോ? എന്താ, എനിക്ക് അഡ്രസ് ഒന്നും ഇല്ലയോ? കയ്യിൽ അഡ്രസ് ബുക്കുകളൊന്നും ഇല്ലയോ? നോ. അപ്പോസ്തോലിക മാർഗം സമ്പാദ്യ മാർഗമല്ല. അപ്പോസ്തോലൻ സമ്പാദ്യക്കാരനല്ല. അതുകൊണ്ടാണ് എൻ്റെ അഡ്രസ്സോടുകൂടെ അപ്പോസ്തോലൻ എന്ന് വെച്ചിരിക്കുന്നത്. ഇന്നെല്ലാം റവയുടെ കാലമാണ്. റവ, ഉപ്പുമാവ് വയ്ക്കുന്നത് റവ. ഞാൻ ആരെയും ആക്ഷേപിക്കത്തില്ല. ഇപ്പൊ ബൈബിൾ സ്കൂള് ഞാൻ പെനിയൽ സെമിനാരി പഠിപ്പിക്കുമ്പോൾ ആദ്യത്തെ വർഷം GTH ആദ്യ വർഷം പഠിക്കുന്ന ഒരു പയ്യൻ, അവൻ്റെ നോട്ട്ബുക്ക് ഞാൻ ക്ലാസ് അവർ വരുന്നതിന് മുമ്പ് ഞാൻ അവരുടെ നോട്ട്ബുക്സ് എല്ലാം മേശയിൽ നിരക്കും. ഞാനിതെല്ലാം ചെന്നൊന്ന് പരിശോധിക്കും. പിന്നെ ബെല്ലടിച്ച് അവരെ കയറ്റും. ഒരുത്തൻ്റെ ബുക്ക് പരിശോധിച്ചപ്പോൾ ഒരു ലെറ്റർ പാഡ് അച്ചടിച്ചു വെച്ചിരിക്കുന്നു. ആദ്യ വർഷം GTH ജനറൽ തിയോളജി, BTH അല്ല പഠിക്കുന്ന പയ്യൻ. നോക്കിയപ്പോ റവ. ഞാനത് പതുക്കെ എടുത്തു. ക്ലാസ്സിൽ വന്നിരുന്നു. ആദ്യമേ ചോദിച്ചു, ഇവിടെ ഇരിക്കുന്നതിൽ റവറൻറ്റുമാർ വല്ലതും ഉണ്ടോ? എല്ലാവരും കണ്ണിക്കണ് നോക്കുക, ഇതെന്താ അപ്പച്ചൻ ഇങ്ങനെ ചോദിക്കുന്നേ? കുറിച്ച് പറഞ്ഞാൽ കള്ളനെ പിടിച്ചു. ഗുണദോഷിച്ചു, മോനെ നിനക്കിത് ശരിയില്ല.
നീ ബൈബിൾ സ്കൂളിൽ പഠിച്ച് ഒരു ദൈവത്തിൻ്റെ മകനായി, ഒരു ദൈവദാസനായി, പ്രയോജനമുള്ള ഒരു വേലക്കാരനായി ഇരിക്കേണ്ടവനാണ് നീ. ഇന്നവൻ വേലയിലില്ല. സമയത്തിന് മുമ്പേ നിഗളിക്കുകയും സമയത്തിന് മുമ്പേ ആളാവുകയും സമയത്തിന് മുമ്പേ വലുതാവുകയും ഒന്നും ചെയ്യണ്ട. ദൈവം നിന്നെ ഉയർത്തുമ്പോൾ നീ ഉയർത്തപ്പെടും. ദൈവം നിന്നെ ആളാക്കുമ്പോൾ നീ ആളാകും. ദൈവം നിന്നെ ഉയർത്തുമ്പോൾ നീ ഉയർത്തപ്പെടും. ദൈവം നിന്നെ അനുഗ്രഹിക്കുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. ദൈവം നിന്നെ സൗഖ്യമാക്കുമ്പോൾ നീ സൗഖ്യമാക്കപ്പെടും. 62 പൂർണ്ണ വർഷങ്ങളായി യേശു മാത്രം എൻ്റെ ഡോക്ടർ. ഞാൻ ഇതുവരെയും ഒരാശുപത്രിയിൽ അഡ്മിറ്റഡ് ആയിട്ടില്ല. രഹസ്യത്തിലൊരു മരുന്ന് എടുത്തിട്ടില്ല, എടുക്കുകയുമില്ല. 62 years. എൻ്റെ പ്രസംഗം സത്യമാണെങ്കിലേ ദൈവം അതിന് മാർക്കിടൂ. ആ എക്സാമിനേഷൻ എഴുതുന്ന എൻ്റെ പേപ്പർ സത്യമാണെങ്കിൽ ദൈവം അതിന് മാർക്കിടൂ. നിങ്ങളുടെ ജീവിതം സത്യമാണോ? നിന്റെ വാക്ക് ഉവ്വ ഉവ്വ എന്ന് തന്നെയാണോ? അതിലധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. ഒരാൾ റവറൻഡ് എന്ന് പേരെടുത്തുകൊണ്ട് എനിക്ക് നഷ്ടമൊന്നുമില്ല, ഞാൻ ആരെയും ആക്ഷേപിക്കത്തില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, യു ആർ എ സെർവൻറ്റ് ഓഫ് ഗോഡ്. നീ ദൈവത്തിൻ്റെ ദാസനാണ്. സെർവൻറ്റ് ഈസ് എ സെർവൻറ്റ് ഓൾവേസ്. ഒരു ദാസൻ എന്നും ദാസൻ തന്നെയാണ്. യെസ്, അത് റോമാലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നു, നിങ്ങൾ ദാസന്മാരായിരിക്കാൻ നിങ്ങളെ തന്നെ സമർപ്പിച്ചവന് ദാസന്മാരെന്ന് അറിയുന്നില്ലയോ? റോമർ 6:13 വായിക്കണ്ട. സർവന്റ് ഓഫ് ഗോഡ്, ദൈവദാസൻ, ദൈവദാസി. ദൈവം നിന്റെ പേർ ചൊല്ലി വിളിക്കുകയാണ്, എൻ്റെ ദാസനെ, എൻ്റെ ദാസിയെ, വിശ്വസ്തനായ എൻ്റെ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായി തീർന്നു, നിന്നെ ഞാൻ അധികത്തിന് വിചാരകനാക്കും. ലോകമെമ്പാടും നേപ്പാളിൽ നിന്ന് എനിക്ക് കോളിങ് വന്നിരിക്കുന്നു. കത്തോലിക്കരാണ് എന്നെ വിളിക്കുന്നത്. മദർ തെരേസയുടെ ഗ്രൂപ്പിൽപ്പെട്ട കത്തോലിക്ക അമ്മമാർ. ഒരമ്മ എന്നെ ബസ്സിൽ വെച്ച് പരിചയപ്പെട്ടാണ്. ഞാൻ അവരെ പരിചയപ്പെട്ടപ്പോൾ ചോദിച്ചു, സിസ്റ്റർ, വാട്ട് കൈൻഡ് ഓഫ് വർക്ക്സ് യു ആർ ഡൂയിങ് ദെയർ? അവരെന്നോട് വിവരിച്ചു. വാട്ട് ആർ ദ പ്രോഗ്രാംസ് ഓഫ് യുവർ മീറ്റിംഗ്സ്? അവർ പറഞ്ഞു. വാട്ട് ആർ ദ സോങ്സ് യു സിംഗ് ദെയർ? അവരൊരു പാട്ട് പറഞ്ഞു. ഉടനെ പറഞ്ഞു, ഫ്രം വേർ ഡിഡ് യു ഗെറ്റ് ദിസ് സോങ്? ഈ പാട്ട് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ഓ, ഫ്രം ആന്ധ്രാപ്രദേശ്, വി ഗോട്ട് ഇറ്റ് ഇൻ ആന്ധ്ര ലാംഗ്വേജ്. I myself translated into Nepali. എൻ്റെ ഒരു പാട്ടാ. നല്ല പോരാട്ടം പോരാടി ഓട്ടമോടിടാ, വല്ലഭന്റെ നല്ല പാത, നല്ല പോരാട്ടം പോരാടി ഓട്ടമോടിടാ, വല്ലഭന്റെ നല്ല പാത പിന്തുടർന്നിടാ. ഓ ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഓട്ടക്കളത്തിൽ ഓടുന്നു അനേകരെങ്കിലോ ബിരുദു പ്രാപിക്കുന്ന വേഗം മാത്രമല്ലയോ. ഓട്ടക്കളത്തിൽ ഓടുന്നു അനേകരെങ്കിലോ ബിരുദു പ്രാപിക്കുന്ന വേഗം മാത്രമല്ലയോ. ഓ ഭാരം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. 16 ലാംഗ്വേജിൽ ആ പാട്ടിപ്പോൾ തർജ്ജമയായിട്ടുണ്ട്. നേപ്പാള ലാംഗ്വേജിൽ തർജ്ജമയായി. നേപ്പാള ലാൻഡിൽ അത് വലിയ ഉണർവുണ്ടാക്കി. അതുകൊണ്ടാണ് എന്നെ അവർ ക്ഷണിച്ചിരിക്കുന്നത്. ഞാൻ അവരോട് പറഞ്ഞു, യു നോ ദ ഓതർ ഓഫ് ദാറ്റ് സോങ്? നോ, വി ഡോണ്ട് നോ. വി ഹേർഡ് ദാറ്റ് എ ഫേമസ് സിംഗ് കമ്പോസർ ഇൻ കേരള കമ്പോസ്ഡ് ഇറ്റ് ഇൻ മലയാളം. ക്യാൻ യു ബിലീവ് ദ ട്രൂത്ത്? നിങ്ങൾക്ക് സത്യം വിശ്വസിക്കാമോ? That you told about a famous man, but he is not so much fame. He has no fame. He is a humble servant of God. Can you believe that he is sitting with you in the seat? അവരങ്ങ് തുള്ളി അവിടെ ഇരുന്ന്
അയ്യോ, you are that man, you are that man. ഞാൻ പറഞ്ഞു, I am not so much fame. ഞാൻ famous അല്ല. I am a humble servant of God. I wrote it in Malayalam and you are translated it. This is the 16th language. ലക്ഷ്യബോധത്തോടുകൂടെ, സത്യബോധത്തോടുകൂടെ, വചനബോധത്തോടുകൂടെ, വചനത്തിന് നേരെ നേരെ നിന്നുകൊണ്ട് യു ഡു എ വർക്ക്, യു ലീവ് എ ഹോളി ലൈഫ്. യെസ്, നാം അത്ര ഫേമസ് ആകേണ്ട. വേണമെങ്കിൽ ഫേമസ് ആകാനുള്ള എന്തെല്ലാം അവസ്ഥ, പക്ഷെ വേണ്ട, ദൈവമാണ് നിന്നെ വളർത്തേണ്ടത്. ഈ കാലം മോട്ടോർ സൈക്കിൾ ആക്സിഡന്റിൽ ഇത് രണ്ടായിട്ട് ഒടിഞ്ഞ കാലം, രണ്ടായിട്ടൊടിഞ്ഞു. കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷന് മുമ്പിൽ മറ്റൊരു വലിയ മോട്ടോർ സൈക്കിൾ ഇടിച്ച് ഞാൻ തെറിച്ച് ഹൈവേയിൽ വീണ് ബോധം കിട്ടും. പോലീസ് ഇൻസ്പെക്ടറും പോലീസുകാരും കൂടെ വന്ന് രക്തത്തിൽ കുളിച്ച എന്നെ കരുനാഗപ്പള്ളി ആശുപത്രിയിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബോധം വീണു. ഞാൻ ചോദിച്ചു, ഞാൻ എവിടെ കിടക്കുന്നു? നിങ്ങൾ കരുനാഗപ്പള്ളി ആശുപത്രിയിലാണ്. ഐ വോണ്ട് ടു സീ ദ ഡോക്ടർ. ഇൻസ്പെക്ടർ കൂടെ നിൽക്കുകയാണ്. എന്നെ ഇടിച്ചവനെയും പിടിച്ച് നിർത്തിയിട്ടുണ്ട്. ലൈസൻസ് ഇല്ലാതെ ഒരുത്തം വലിയ മോട്ടോർ സൈക്കിൾ ഓടിച്ചാ. അപ്പോൾ അത് പോലീസുകാർക്ക് വല്ലതും 10,000 രൂപ കിട്ടുന്ന കേസാണ്. അത് പിടിച്ച് നിർത്തിയിരിക്കുക. ഞാൻ ഡോക്ടറെ വിളിച്ചു. അദ്ദേഹം ഒരു ഹിന്ദു, നല്ല ഒരു ഡോക്ടറാണ്, RMO. ഞാൻ പറഞ്ഞു, ഡോക്ടർ, ഐ എം എ പെന്റിക്കോസ്റ്റൽ പാസ്റ്റർ. ഐ ഡോണ്ട് ടേക്ക് എനി മെഡിസിൻ. ഡോണ്ട് ട്രീറ്റ് മീ. ഡോണ്ട് ടച്ച് മെഡിസിൻ ഓൺ മൈ ബോഡി. അയാളുടെ ആദ്യം കേൾക്കുകയാണ്, പെന്റിക്കോസ്റ്റൽ പാസ്റ്റർ മെഡിസിൻ വരട്ടത്തില്ല. ഇപ്പോഴത്തെ രീതി ഒന്നും ഞാൻ ആരെയും വിവേചിക്കാൻ വന്നവനല്ല, ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വന്നവനല്ല. ദൈവം വെളിപ്പെടുത്തിയതിനെ പിടിച്ചു നിൽക്കുന്നുവെന്നേ ഉള്ളൂ. എന്നാൽ അയാളങ്ങ് ഞെടുങ്ങി. നിങ്ങൾ എന്തോ പറയുന്നെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ടെല്ലിങ് ദ ട്രൂത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു, പ്ലീസ് അലൗ മീ ടു ഗോ ഹോം ഓർ സെൻഡ് മീ ടു ഹോം. നിങ്ങളുടെ കാൽ ഒടിഞ്ഞു പോയി സ്നേഹിത, രണ്ടായിട്ട് ഒടിഞ്ഞു. അപ്പോൾ എക്സ്റേ ഒക്കെ എടുത്തു കഴിഞ്ഞു. ഇൻസ്പെക്ടർ നിൽക്കുകയാണ്. ഇൻസ്പെക്ടറോട് എൻ്റെ അടുക്ക് വന്ന്, നിങ്ങളെ ഇടിച്ച ആളാണ് നിൽക്കുന്നത്, ഞങ്ങൾക്ക് കേസ് എടുക്കണം, നിങ്ങളുടെ വിളിച്ചു. ഞാൻ പറഞ്ഞു, അയാളെ ഇങ്ങോട്ട് വിളിച്ചാട്ടെന്ന് പറഞ്ഞു. പുള്ളി എൻ്റെ അടുക്കിലോട്ട് വിളിച്ചു. പുള്ളി വിചാരിച്ചു, ഇൻസ്പെക്ടർ വിചാരിച്ചത് നല്ല സന്ദർഭമല്ലയോ. ഞാൻ പറഞ്ഞു, ഞാനൊരു പെന്തിക്കോസ്റ്റ് പാസ്റ്ററാണ്, എനിക്ക് കേസില്ല, നിങ്ങളങ്ങ് വിട്ടോളാൻ പറഞ്ഞു. എലിപ്പത്തായത്തിൻ്റെ എലി അഴിച്ചു വിട്ട പോലെ അയാളയുടെ പോക്കിന് പോയി. പ്രിയരെ, എൻ്റെ ജ്യേഷ്ഠനെ കമ്മ്യൂണിസ്റ്റുകാർ വധിച്ച് 1950 ജനുവരി മാസം 1-ാം തീയതി, ജനുവരി 3-ാം തീയതി ഞാൻ കൊളംബിൽ നിന്ന് വന്നു. അന്നത്തെ IG ചന്ദ്രശേഖരൻ നായരും അന്നത്തെ ആഭ്യന്തരമന്ത്രി TM വർഗീസും ഞാൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ് വീട്ടിൽ വന്നു. വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ കേസ് എടുക്കണം, നിങ്ങളതിന് സാക്ഷികളാകും. ഞാൻ ആഭ്യന്തരമന്ത്രിയോട് അവർക്ക് ഇരിക്കാനെല്ലാ സജ്ജീകരണവും ചെയ്തു കൊടുത്തു. IG ചന്ദ്രശേഖരൻ നായരോടും അവിടുന്ന് ഞങ്ങൾക്കൊരു ദയവ് ചെയ്യണം, ഞങ്ങൾ കേസിൽ വാദികളാവുകയില്ല, നിങ്ങൾ സ്റ്റേറ്റിൻ്റെ ചുമതലയാണ് കേസെടുക്കുക, അതെന്തെങ്കിലും ചെയ്തോ. വി ഡോണ്ട് വാണ്ട് ടു കം ടു കോർട്ട്, ഞങ്ങൾ കോടതിയിൽ വരികയില്ല. അപ്പച്ചനോട് ചോദിച്ചു, അപ്പച്ച എന്ത് വേണം? നോ, വേണ്ട. പ്രിയരേ, എൻ്റെ ജ്യേഷ്ഠൻ 28 കഷണങ്ങളായിട്ട് തുണ്ടിക്കപ്പെട്ടു പോയി. കേസില്ല എന്നല്ലേ, കേസെടുത്തു ഗവൺമെൻറ്, അത് പോട്ടെ. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഓർമ്മയ്ക്കായി. ഇന്ന് കേരളത്തിലെ ഏറ്റവും അറിയപ്പെട്ട സുപ്രസിദ്ധമായ ഒരു കുടുംബത്തിലാണ് തൻ്റെ ഭാര്യ വീടതാണ്. കോഴഞ്ചേരി മുളമൂട്ടിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, സ്വത്ത് നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകില്ല, എസ്റ്റേറ്റ് നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകില്ല. BABL-കാരനായ എൻ്റെ ജ്യേഷ്ഠൻ നല്ല പേഴ്സണാലിറ്റിയുള്ള സർക്കിൾ ഇൻസ്പെക്ടറായിട്ട് പ്രൊമോഷൻ കിട്ടിയിരിക്കുന്നു. കായംകുളത്തെ സർക്കിളായിട്ട് വരികയാണ്. അതിന് 16 ദിവസം മുമ്പ് വീട്ടിലൊന്ന് വന്നു പ്രൊമോഷൻ്റെ കാര്യം അപ്പച്ചനോട് പറയാൻ. ഞാനപ്പോൾ കൊളംബിലാണ്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൊമോഷൻ പറയാൻ വന്ന ആൾ പ്രൊമോഷൻ്റെ കാര്യം പറയാൻ മറന്നുപോയി. എൻ്റെ മൂത്ത സഹോദരി എഡ്യൂക്കേഷൻ ഓഫീസറായിരുന്നവർ കോട്ടയത്ത് വെച്ച് സ്നാനപ്പെട്ടു. ശരീരം മുഴുവൻ ഉണ്ടായിരുന്ന ആഭരണങ്ങളെല്ലാം ഊരി സ്നാനപ്പെട്ട് കർത്താവിനെ സാക്ഷിച്ചു. എൻ്റെ നേരെ മൂത്ത സഹോദരി ബുക്കാനാൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഹെഡ് മിസ്റ്റേഴ്സ്, അവരും സ്നാനപ്പെട്ടു. അമ്മ സ്നാനപ്പെട്ടു. എല്ലാവരുടെയും ആഭരണങ്ങളൊക്കെ ഊരി നഗ്നരെ പോലെ ആഭരണങ്ങളില്ലാത്തവരായി, ആടയാഭരണങ്ങളില്ലാത്തവരായി നിൽക്കുന്നു. എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയ്ക്ക് ഇത് കേട്ടത് വലിയ പ്രയാസമായി.
ഈ മാസത്തിൽ ഒരാഭരണം ഇട്ടാൽ അടുത്ത മാസത്തിൽ വേറൊരു കൈൻഡാണ്, അടുത്ത മാസത്തിൽ വേറെ ഒന്നാണ്. അതൊക്കെ സൗകര്യമുണ്ട്. ഒടുവിൽ ആരാ പറഞ്ഞു വിട്ടെന്ന് അറിയാൻ വയ്യ. അങ്ങോട്ട് ചെല്ലോ, ഇതിനൊന്ന് തടസ്സം വെച്ചെങ്കിലേ ഒക്കൂ. എല്ലാം ബന്ധിക്കോസുകാർ കൊണ്ടുപോയി. അതിന് തടസ്സം വയ്ക്കാൻ വന്ന ഇൻസ്പെക്ടർ റഹ്മാൻ. എൻ്റെ പെങ്ങന്മാർ രണ്ടും അവിടെ ഉണ്ട്. എല്ലാവരുടെ മുമ്പിൽ ഒന്ന് കാലി ചവിട്ടി മെതിച്ചു, ഷൂസ് ഇട്ടൊന്ന് പിടിച്ചു. ഞാൻ ഇതിവിടെ ശരിപ്പെടുത്തുകയില്ല. ഇനി മേലാൽ പെന്തിക്കോസുകാർ ഈ വീട്ടിൽ കാല് വയ്ക്കരുത്. വെച്ചാൽ ഞാൻ അവരുടെ ഫെയ്ത്വം പൊളിച്ച് അറബിക്കടലിൽ കൊണ്ട് കളയും. PJ മാത്യു BABL കേരളത്തിലെ അറിയപ്പെട്ട, അന്ന് കേരളമല്ല തിരുക്കൊച്ചി, അറിയപ്പെട്ട പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ അറിയപ്പെട്ട ഒരു ഇൻസ്പെക്ടർ പാഴുവാക്ക് പറഞ്ഞു. സ്നേഹിത, ഓർത്ത് കണ്ടു വേണമല്ലോ പറയാൻ. സ്നേഹിതേ, ഓർത്ത് കണ്ടു വേണമല്ലോ പറയാൻ. പാഴായ ഒരു വാക്ക് നിന്റെ വായിൽ വരരുത്. നിസ്സാര വാക്കിന് കണക്ക് കൊടുക്കണം. ദൈവം അതങ്ങ് കണക്ക് വെച്ചു. ഞാൻ 2 ആഴ്ച കഴിയുമ്പോൾ വരും. ഇന്നേക്ക് 2 ആഴ്ച കഴിയുമ്പോൾ ഞാൻ വരും. വരുമ്പോൾ ഇവിടെ പെന്തിക്കോസ് എന്ന പേര് കേൾക്കരുത്. അപ്പച്ചൻ ഉടനെ പറഞ്ഞു, അപ്പച്ചൻ കടുവായെ പിടിച്ച കിടുവായ. അപ്പച്ചൻ പറഞ്ഞു, എടാ ചെറുക്ക, ഇൻസ്പെക്ടറെ എടാ ചെറുക്കാന്നേ വിളിക്കൂ. എടാ ചെറുക്ക, നീ നിന്റെ ജോലി സ്ഥലത്ത് പോ. പാഴായി വാക്ക് പറയാതെ, പാഴായി വാക്ക് പറഞ്ഞ് പഠിക്കാടാ. BABLകാരനാ. കോപത്തോടെ പോയി, ഷൂസിട്ട് ചവിട്ടി ബന്ധിച്ച് പോയി. 14-ാം ദിവസം രാത്രി 8 പോലീസുകാരുമായി ശൂരനാടൊരു വയൽ പ്രദേശത്ത് ഒരു കേസന്വേഷണത്തിന് പോയാൽ ആ പറഞ്ഞ ദിവസം 14-ാം ദിവസം രാത്രി ശൂരനാടിൻ്റെ വയൽ പ്രദേശത്ത് 28 കഷണങ്ങളായി വെട്ടപ്പെട്ടു. 28 തുണ്ടുണ്ടായിരുന്നു ശരീരം. PJ മാത്യു BABL കോലഞ്ചേരി മുളമുട്ടി മാനേജറുടെ മരുമകനെ, മൂത്ത മരുമകനെ, നീ ദൈവത്തെ വെല്ലുവിളിക്കുവാൻ ആര്? നീ സുവിശേഷത്തെ വെല്ലുവിളിക്കുവാൻ ആര്? നീ സത്യത്തെ വെല്ലുവിളിക്കുവാൻ ആര്? നിന്റെ ബലം എവിടെ? നിന്റെ സൗന്ദര്യം എവിടെ? നിന്റെ ബന്ധുക്കാരെവിടെ? 28 കഷണമായി വയലിൽ കിടന്നു. ന്യായവിധിയുടെ ദൈവം അറിഞ്ഞ സത്യത്തെ മാനിക്കല്ല, അറിഞ്ഞ സത്യത്തെ സ്നേഹിക്കല്ല, അതിനുപരിയായി ഒരു ചുവട് വയ്ക്കരുത്. ദൈവത്തിൻ്റെ വിരൽ ന്യായവിധിയുടെയും കൂടെ വിരലാണ്. ദൈവം ന്യായവിധിയും കൂടെ ദൈവമാണ്. നിങ്ങൾ ഇന്ന് സത്യം അറിയുന്നുവെങ്കിൽ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. നിങ്ങളിന്ന് ന്യായം അറിയുന്നുവെങ്കിൽ ന്യായം നിങ്ങൾക്ക് വേണ്ടി വാദിക്കും. നിങ്ങൾ ഇന്ന് ദൈവത്തെ അറിയുന്നുവെങ്കിൽ ആ ദൈവം നിങ്ങളുടെ പരിപാലകനായിരിക്കും. ആ ദൈവം നിങ്ങൾക്ക് നല്ലവനായിരിക്കും. ആ ദൈവം നിങ്ങൾക്ക് മതിയായവനായിരിക്കും. ഞാനിപ്പോൾ ഈ അടുത്ത സമയത്ത് എഴുതി പൂർത്തീകരിക്കാത്തൊരു പാട്ടുണ്ട്. ആ പാട്ടിൻ്റെ 2 ചരണം പാടിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തും. കൃപയാൽ ലോകരാജ്യങ്ങളിൽ മിക്കവാറും എല്ലായിടവും യേശുവിനെ സാക്ഷിച്ചു. ആയിരങ്ങളെ ദൈവത്തിന് വേണ്ടി തേടി. സ്വന്തമായി യാതൊരു സൗകര്യം ഉണ്ടാക്കിയിട്ടില്ല. എനിക്കാരും 1 മണിയാറായി തരണ്ട. ചുമ്മാ ഞാൻ അതിനൊന്നും അല്ല പറയുന്നത്. വേണ്ട, ഞാനൊന്ന് റെസ്റ്റ് എടുക്കാൻ കഴിഞ്ഞതിൻ്റെ തലേ വർഷം ഒന്ന് റെസ്റ്റ് എടുക്കണമല്ലോ. ഇനി എൻ്റെ സ്ഥലത്തുള്ള വേല ഞാൻ ചർച്ചക്കോടിന് വിട്ടുകൊടുത്തു. പാസ് KC ജോൺ സാറിന് വരുത്തി ഹോളിന് വാങ്ങിച്ചിട്ടിരിക്കുന്ന സ്ഥലം, വലിയൊരു ഹോളിന് വേണ്ടി ഇട്ടിരിക്കുന്ന അടിത്തറ, അത് 18 കല്ലറകൾ പണിതിരിക്കുന്ന ശവക്കോട്ട, ഇതെല്ലാം ഞാൻ ചർച്ചക്കോടിന് ദാനമായിട്ട് കൊടുത്തു. പ്രേസലോ, കാരണം എനിക്കൊന്ന് റെസ്റ്റ് എടുക്കണം. പക്ഷേ എന്നെ കൊണ്ട് ദൈവം റെസ്റ്റ് എടുപ്പിക്കുന്നില്ല. കൊടുത്തൊരു 6 മാസം കഴിഞ്ഞപ്പോൾ ഒരു നിയമനം ജർമ്മനിയിൽ നിന്ന്, വി ആർ സെലക്ടിങ് യു ആസ് അവർ അപ്പോസ്റ്റൽ ഇൻ ഇന്ത്യ ആൻഡ് ഓൾസോ വി ആർ സെലക്ടിങ് യു ടു പ്രസൻറ്റ് അവർ വർക്ക്. ഷീലോഹാം ഫുൾ ഗോസ്പൽ ചർച്ച് എന്ന് പറയുന്ന സഭയുടെ വൈസ് പ്രസിഡന്റ് എന്നെ വിളിച്ചറിയിച്ചു, നിങ്ങളെ ഞങ്ങളുടെ സഭയുടെ തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും റെപ്രസെൻറ്റേറ്റീവായി, സൂപ്പർവൈസറായി സെലക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല, ഞങ്ങൾക്ക് ഇന്ത്യയിൽ ഒരു അപ്പോസ്റ്റോൾ, എൻ്റെ ലെറ്റർ കാർഡ് പരസ്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് പെരുമ വേണ്ട, പുകഴ്ച വേണ്ട, പുകഴ്ച വരുന്ന ഉന്നതത്തിൽ നിന്നാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷം വിശ്രമിപ്പാനില്ല. തമിഴ്നാട്ടിൽ 9 സെൻറ്ററുകളുണ്ട്, 111 ചർച്ചുകളുണ്ട്. കേരളത്തിൽ 2 സെൻറ്റർ, ഇനിയും കേരളത്തിൽ വേല സ്ഥാപിക്കുകയാണ്.
ഒരു നിമിഷം വിശ്രമിപ്പാനില്ല. 82 വയസ്സുകാരന് നോ ടൈം, there is no any other minute to take rest. വിശ്രമം യേശുവിൻ്റെ കയ്യിൽ, വിശ്രമം യേശുവിൻ്റെ പാദപീഠത്തിൽ, വിശ്രമം ദൈവരാജ്യത്തിൽ, വിശ്രമം സ്വർഗത്തിൽ, വിശ്രമം യേശുവിൻ്റെ വരവിങ്കൽ എടുക്കപ്പെടുക. നിങ്ങളുടെ ഈ യോഗത്തിൻ്റെ ഉദ്ദേശം, ഈ യോഗത്തിൻ്റെ ഈ പ്രവർത്തനത്തിൻ്റെ ഉദ്ദേശം, ദൈവദാസന്മാരെ ഇവിടെ എഴുന്നേൽപ്പിച്ചത് നിങ്ങൾ കർത്താവിൻ്റെ വരവിങ്കൽ കാണപ്പെടുവാനാണ്. കയ്യോർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അവനോടുകൂടെ അവനെ കാത്തിരിക്കും, ആകാംക്ഷയോടെ അവനെ നോക്കി പാർക്കൂ, ജീവിത വിശുദ്ധിയോടെ ജീവിക്കൂ. നീ പോകുന്നിടത്ത് പണം നിന്റെ പുറകെ വരും. എന്നെ കൂടെ കൊണ്ടുപോകാൻ പറയും. വരത്തില്ലയോ പാസ്റ്റേ? വരത്തില്ലയോ? വാരോ? പണം പുറകെ വരും. പണക്കാരാകണ്ട, പക്ഷേ നമ്മുടെ ആവശ്യങ്ങളൊന്നും ദൈവം മടി കാണിക്കില്ല. ഈ യേശുവിനെ ഞങ്ങൾ നിങ്ങളോട് സാക്ഷിക്കുന്നു. ഈ യേശുവിനെ, ഈ മഹാവലിയ പ്രഭുവിനെ, ക്രിസ്തു യേശു ദയാലു പ്രഭു, ആ പ്രഭുവിനെ ഞങ്ങൾ നിങ്ങളോട് സാക്ഷിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തെ അവസാനം വരെ നടത്തുവാൻ, നിങ്ങളുടെ ജീവിതത്തെ കൺട്രോൾ ചെയ്യുവാൻ, നിങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കുവാൻ, നിങ്ങളുടെ ജീവിതത്തെ ഉയർത്തുവാൻ, നിങ്ങളുടെ ജീവിതത്തെ വിലയുള്ളതാക്കുവാൻ, നിങ്ങളുടെ ജീവിതത്തെ സാക്ഷ്യമുള്ളതാക്കുവാൻ യേശു നിങ്ങളെ വിളിക്കുകയാണ്. അറിയുന്ന സന്ദർഭത്തിൽ തന്നെ കർത്താവിൻ്റെ വചനം അനുസരിക്കണം. ഇന്ന് നിങ്ങൾ പലർ കൈ ഉയർത്തി, മുമ്പേ പലർ എഴുന്നേറ്റ് വന്നു. അത് ഈ ആഴ്ചയിൽ സ്നാനപ്പെടുവാൻ താല്പര്യപ്പെടുന്നവർ വീണ്ടും ഒന്ന് കൈവക്കിക്കാട്ടെ.